التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടിയാണ്. സൂറത്തു ദാരിയാത്തിൽ അള്ളാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതിനു വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഇബാദത്തുകൾ രണ്ട് രൂപത്തിലുണ്ട്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്നാമത്തേത് ഇബാദത്തുൻ ളാഹിറ, പുറമേക്ക് പ്രകടമാകുന്ന നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകൾ, ഇബാദത്തുകൾ, നിസ്കാരം പോലെ, സകാത്ത് പോലെ, നോമ്പും ഹജ്ജുമെല്ലാം പോലെ. രണ്ടാമത്തേത് ഇബാദത്തുൻ ബാത്തിന, പുറമേക്ക് പ്രകടമാകാത്ത ഹൃദയം കൊണ്ടുള്ള ഇബാദത്തുകൾ. ധാരാളം ഇബാദത്തുകൾ ഹൃദയം കൊണ്ടുള്ളതാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹവും അള്ളാഹുവിലുള്ള ഭയവും പ്രതീക്ഷയും തവക്കുലുമെല്ലാം ഹൃദയം കൊണ്ടുള്ള ഇബാദത്തുകളാണ്. ഹൃദയം കൊണ്ടുള്ള ഇബാദത്തുകളാണ് പൊതുവെ ശരീരാവയവങ്ങൾ കൊണ്ട് പുറമേക്ക് കാണുന്ന ഇബാദത്തുകളെക്കാൾ മഹത്തരമായിട്ടുള്ളത്. ഒരു മനുഷ്യൻ്റെ ഇബാദത്തുകൾ അവ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് ഹൃദയത്തിലെ ഇബാദത്തുകൾ നന്നാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഒരു വേള അത് ശരിയാണ്. നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് ഹൃദയത്തിലുള്ള ഇബാദത്തുകൾ അത് നേരെയാകാനും ശരിയാകുന്നതിനു വേണ്ടിയാണ്. നോക്കൂ, നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു നോക്കൂ. അള്ളാഹു പറയുന്നു, വഅഖിമിസ് സ്വലാത ലിദിക്രി. വഅഖിമിസ് സ്വലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, ലിദിക്രി. എന്തിനാണ് നിസ്കരിക്കുന്നത്? അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിനുള്ള സ്മരണ, ദിക്ർ, അത് നിർവഹിക്കാൻ വേണ്ടിയുള്ള വഴിയാണ്, മാർഗമാണ് നിസ്കാരം യഥാർത്ഥത്തിൽ. പുറമേക്കുള്ള ഇബാദത്തുകൾ വരെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഹൃദയം നന്നാക്കുന്നതിന് വേണ്ടി. അതാണ് അസ്ൽ, അതാണ് അടിത്തറ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുർ ഇലാ ഖുലൂബിക്കും ഇന്നല്ലാഹ ലാ യൻദുർ ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലേക്കല്ല, നിങ്ങൾ നീണ്ടിട്ടാണോ കുറിയവനാണോ കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ, വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കല്ല, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, മറിച്ച് അള്ളാഹു നോക്കുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. നിങ്ങളുടെ ഹൃദയം എങ്ങനെയാണ്? വ അഅമാലിക്കും, ഹൃദയം നന്നായതിന് ശേഷം അമാലിക്കും, അതോടൊപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ്. ചില ആളുകൾ പറയും ഹൃദയം നന്നായാൽ മതി, അമൽ എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനല്ല, ഹൃദയം നന്നാകുന്നതിന് വേണ്ടിയാണ് അമലുള്ളത്. ഹൃദയം നന്നായാൽ അമൽ നന്നാകും. ഒരാളുടെ ഹൃദയം നന്നാകുന്നതിൻ്റെ അടയാളമാണ് അയാളുടെ അമലുകൾ നന്നാകുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. അറിയണേ, ഹൃദയത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് ശരിയായാൽ ശരീരം മുഴുവൻ ശരിയാകും. അത് മോശമായാൽ ശരീരം മുഴുവൻ മോശമാകും. അലാ വഹിയൽ ഖൽബ്, ഏതാണത്? നിങ്ങളുടെ ഹൃദയമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഇബാദത്തുകളെല്ലാം എന്തിനു വേണ്ടിയുള്ളതാണ്? അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഹൃദയം നന്നാകുക എന്നത്.
ഇൻഷാ അല്ലാഹ് ഇതാ കുറച്ച് ദിവസങ്ങൾക്കപ്പുറം റമദാൻ നമ്മുടെ പടിവാതിൽക്കലെത്തിയിരിക്കുന്നു. റമദാനിലെ നോമ്പ് അള്ളാഹു നിശ്ചയിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇതേ കാര്യത്തിനാണ്. നോമ്പിനെ കുറിച്ചുള്ള ഖുർആനിലെ ആയത്തുകൾ ആരംഭിച്ചത് തന്നെ എങ്ങനെയാണ്? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയാണ്. നോമ്പ് ഹൃദയം നന്നാക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതം വിശുദ്ധിയുള്ളതാക്കുന്നതിന് വേണ്ടിയാണ്. നമ്മെ ശരിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നോമ്പ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി. തഖ്വയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പ്രസിദ്ധമാണ്. അവിടുന്ന് പറഞ്ഞു അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണ്. എവിടെയാണ്? ഹൃദയത്തിലാണ്. അപ്പം നോമ്പ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് ഹൃദയം ശരിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതോടൊപ്പം അത് നമ്മുടെ അമലുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ പുറമേക്കുള്ള കാര്യങ്ങൾ അതുകൂടി ശരിപ്പെടുത്താനുള്ള മാർഗമാണ്. സഹോദരങ്ങളെ, നോമ്പ്, റമദാനിലെ നോമ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, നമ്മുടെ ഖൽബുമായി ബന്ധപ്പെട്ട, നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട അനേകം പാഠങ്ങളുണ്ട്, ധാരാളം പാഠങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ചിലത് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താമെന്ന് ഉദ്ദേശിക്കുകയാണ്. നോമ്പ് എന്ന ഇബാദത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അല്ല. ഇസ്ലാമിലെ ഏതൊരു ഇബാദത്ത് നിങ്ങൾ എടുത്താലും അതെല്ലാം നമ്മെ ഒരുപോലെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം തൗഹീദിൻ്റെ പാഠമാണ്, ഇഖ്ലാസിൻ്റെ പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പാകട്ടെ മറ്റേത് ഇബാദത്തുകളാകട്ടെ അതെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം നൽകുക എന്ന മനുഷ്യന്റെ ലക്ഷ്യം നിറവേറ്റുന്നതിനുള്ള വഴിയായിക്കൊണ്ട് എല്ലാ ഇബാദത്തും തൗഹീദാണ് പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകളിൽ യാതൊന്നുപോലും അള്ളാഹുവിനല്ലാതെ നൽകിയിട്ടില്ല, അള്ളാഹുവിനല്ലാതെ നൽകാൻ പഠിപ്പിച്ചിട്ടുമില്ല. എല്ലാ ഇബാദത്തും പഠിപ്പിക്കുന്നത് തൗഹീദാണ്. നിസ്കാരം നോക്കൂ, നിങ്ങൾ എത്ര നിസ്കാരങ്ങളുണ്ട്? 5 നേരത്തെ നിസ്കാരം, റവാത്തിബ് നിസ്കാരം, ദുഹാ നിസ്കാരം, രാത്രി നിസ്കാരം, തഹിയ്യത്ത് നിസ്കാരം, സ്വലാത്ത് ഇസ്തിഖാറ, ഈ എത്ര നിസ്കാരങ്ങളുണ്ട്? ഏതെങ്കിലും ഒരു നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഏതെങ്കിലും ഒരു റക്അത്ത്, ഏതെങ്കിലും ഒരു അതിലെ റുക്ന്, ഏതെങ്കിലും ഒരു സുജൂദ്, ഏതെങ്കിലും റുക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടിയാണ്, ഇത് നബിമാർക്ക് വേണ്ടിയാണ്, ഇത് ഔലിയാക്കന്മാർക്ക് വേണ്ടിയാണ്? ഇല്ല, എല്ലാ ഇബാദത്തും അള്ളാഹുവിന് മാത്രമാണ്. നോമ്പ് നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം തൗഹീദിന്റെ പാഠമാണ്. നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആദ്യമായി പറഞ്ഞ കൽപ്പന എങ്ങനെ? യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. ജനങ്ങളെ, നിങ്ങൾക്ക് മുൻപുള്ളവരെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. തൗഹീദാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടി. തൗഹീദ് അള്ളാഹു പറഞ്ഞതിന് തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയാണ്. അതേപോലെയാണ് നോമ്പിനെ കുറിച്ചും പറഞ്ഞത്. നോമ്പ് എന്തിനു വേണ്ടിയാണ്? കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കാര്യങ്ങളിൽ നോമ്പിനെ എണ്ണിക്കൊണ്ട് പറഞ്ഞപ്പോൾ എങ്ങനെ പറഞ്ഞത്? ബുനി അൽ ഇസ്ലാം അല ഖംസ്, ഇസ്ലാം 5 കാര്യങ്ങൾക്കും മീതെയാണ്. അല്ലെ, അതിലാണ് ഈ നോമ്പ് പറഞ്ഞത്. പക്ഷെ ആ നോമ്പിന് മുൻപ് പറഞ്ഞ കാര്യം എന്താണ്? ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഏതാണ്? ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സക്കാ വ സൗമ റമളാന വ ഹജ്ജുൽ ബൈത്ത്. ഇസ്ലാം 5 കാര്യങ്ങൾക്കും മീതെയാണ്. അതിൽ നോക്കൂ, നിങ്ങൾ അവസാനം പറഞ്ഞ 4 കാര്യവും കർമ്മപരമാണ്. നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. പക്ഷേ ഈ 4 കാര്യങ്ങൾക്ക് മുൻപ് അതിൻ്റെ അടിത്തറയായി പറഞ്ഞത് ഷഹാദത്ത് കലിമയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു അതിലുള്ള സൂചന എന്താണ്?
ഇനി പറയുന്ന നിസ്കാരമാകട്ടെ, സക്കാത്ത് ആകട്ടെ, നോമ്പാകട്ടെ, ഹജ്ജാകട്ടെ, ഇവയൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈ രണ്ടും വേണം. ഷഹാദത്ത് കലിമ ഉണ്ടായിരിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇത് രണ്ടുമില്ലെങ്കിൽ ഇനി പറയുന്ന നാലും സ്വീകരിക്കപ്പെടുകയില്ല. നോമ്പ് നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം തൗഹീദിന്റെ പാഠമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖൂലുല്ലാഹു അസ്സ വജൽ, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, വഅന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. നോക്കൂ, അള്ളാഹു അവനു വേണ്ടി പ്രത്യേകമായി എടുത്തു പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഔലിയാക്കന്മാർക്ക് വേണ്ടി നോമ്പ് നോറ്റാൽ, അതല്ലെങ്കിൽ നോമ്പിന് സമാനമായ മറ്റേതെങ്കിലും ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ എത്ര വലിയ അതിക്രമമാണ് അവൻ ചെയ്യുന്നത്. നോമ്പ് നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം ഈ പറഞ്ഞ പാഠമാണ്. നോമ്പ് അള്ളാഹുവിനുള്ളതാണ്. അത് തൗഹീദ് ഓർമ്മിപ്പിക്കുന്ന ഇബാദത്താണ്. നോമ്പിന്റെ ചരിത്രം എടുത്താലും അത് തൗഹീദിന്റെ ചരിത്രമാണ്. റമദാനിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് അവിടുന്നും സഹാബത്തും ഇറങ്ങി പുറപ്പെട്ടത്. തൗഹീദിനു വേണ്ടിയുള്ള ഒന്നാമത്തെ പോരാട്ടം സംഭവിച്ച റമദാനിലാണ്. തൗഹീദിന്റെ ചരിത്രം ആവർത്തിച്ചോർപ്പിക്കുന്ന മാസമാണ് റമദാൻ. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ ചില ആളുകളെങ്കിലും റമദാൻ എത്തിക്കഴിഞ്ഞാലാണ് അവർ ബദരീങ്ങളുടെ പേരിൽ ഷിർക്കിലേക്കും ഖുറാഫാത്തുകളിലേക്കും ബദരീങ്ങളെ വിളിച്ച് തേടുന്നതിലേക്കും ആളുകൾ പോകുന്നത്. എത്ര വിഷമകരമായ കാര്യമാണ്. സഹോദര, ഒന്നാമത്തെ കാര്യം തൗഹീദാണ്. നിങ്ങൾ നോമ്പിന്റെ ആയത്തുകൾ അല്ലെ ഖുർആനിൽ ശ്രദ്ധിച്ചിട്ടില്ലേ? സൂറത്തുൽ ബഖറയിൽ സൂറത്തുൽ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം എന്ന് തുടങ്ങുന്ന ആയത്തുകൾ മുതൽ പിന്നീട് അങ്ങോട്ട് കുറച്ച് ആയത്തുകൾ നോമ്പിനെ കുറിച്ചാണ്. ആയാത്തുസ്സിയാം, നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പിന്നീടുള്ളത്. സൂറത്തുൽ ബഖറ ഓതിയാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം. അടുത്ത ആയത്ത് ഏതാ? അയ്യാമൻ മഅദൂദാത്ത്, നോമ്പിനെ കുറിച്ച് തന്നെ അടുത്ത ആയത്ത്. അതിനടുത്ത ആയത്ത് ഏതാ? റമദാൻ മാസത്തെ കുറിച്ചാണ്. ഷഹറു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതിന്റെ ശേഷമുള്ള ആയത്ത് ഏതാ? ഉഹില്ല ലക്കും ലൈലത്തുസ് സിയാമി അർറഫതു ഇലാ നിസാഇക്കും തുടങ്ങുന്ന ആയത്ത്. ഇതിനിടയിൽ നോമ്പിന്റെ ആയത്തുകൾ ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ശേഷമുള്ള ആയത്ത് ഞാൻ പറഞ്ഞു. ഇതിനിടയിൽ ഒരു ആയത്തുണ്ട്. ഇടയിലൊരായത്ത്. ഏതായത്ത്? ഏതിൻ്റെ ഇടയിലുള്ള ആയത്ത്? നോമ്പിനെ കുറിച്ച് പറയുന്ന ഇടയിലൊരായത്തിന്, നോമ്പ് നേർക്ക് നേരെ ബന്ധം കാണിക്കാത്ത ആയത്. ഏതാ? കേട്ട് പരിചയിച്ച ആയത്, ധാരാളം കേട്ടായത്. ഏതാ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി വലിയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. നോമ്പിന്റെ ആയത്തുകൾ പറയുന്നതിനിടയിലാണ് ഈ ആയത്ത് വന്നത്. ഉലമാക്കൾ ചിലർ പറഞ്ഞു, റമദാൻ മാസം നോമ്പ് എന്ന ഇബാദത്ത് അതും ദുആവും തമ്മിലുള്ള ബന്ധം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇതിന്റെ ഇടയിൽ പറഞ്ഞു. അത്രയും നോമ്പിന്റെ വിധിവിലക്കുകളാണ് പറയുന്നത്. അതിനിടയിൽ അള്ളാഹു പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തുള്ളവനാണ്, അവരോട് സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ഒരാൾ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഫൽയസ്തജീബു ലി, അതുകൊണ്ട് അവർ എനിക്ക് ഉത്തരം നൽകട്ടെ. എന്താ ഉത്തരം നൽകട്ടെ? ഞാൻ അവരോട് പറയുന്നു എന്നോട് ദുആ ചെയ്യൂ എന്ന്. എൻ്റെ കൽപ്പനക്ക് അവർ ഉത്തരം നൽകി അവരെന്നോട് പ്രാർത്ഥിക്കട്ടെ. ഫൽയസ്തജീബു ലി വൽയുമിനു ബി, അവരെന്നിൽ വിശ്വസിക്കട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവർക്ക് സന്മാർഗ്ഗം ലഭിക്കുന്നതിന് വേണ്ടി. ഇത് റമദാൻ മാസത്തിന്റെ ആയത്തുകൾക്കിടയിലാണ് ഈ ആയത്തുള്ളത്. നോമ്പുകാരൻ ദുആവുമായി എത്ര നോക്കണം. സുബ്ഹാനല്ലാഹ്, റമദാൻ മാസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഒരാൾ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് അള്ളാഹു പറയണം. എന്നാൽ ആളുകൾ ചില റമദാൻ എത്തിയാൽ യാ അഹ്ല ബദ്രി ശുഹദാ, യാ അഹ്ല ബദ്രി ശുഹദാ, ശുഹദാക്കൾ ബദരീങ്ങളെ, ബദറിൽ ശുഹദാക്കളായ ബദരീങ്ങളെ ഞങ്ങളെ നിങ്ങൾ കാക്കണേ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോമ്പ് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം തൗഹീദിന്റെ പാഠമാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനും അള്ളാഹുവിനോട് മാത്രം തേടാനുമുള്ള പാഠമാണ്.
ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ബദർ റമദാനിലാണ് നടക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ മുശ്രിക്കീങ്ങളെ നോക്കി അവർ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവിടുന്ന് ഒരു മരത്തണലിൽ പോയിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ആരംഭിച്ചു. അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ അൻജിസ് മാ വഅഅ്തനി, അല്ലാഹുമ്മ ആതി മാ വഅഅ്തനി, അള്ളാഹുവെ നീ എനിക്ക് വാഗ്ദാനം നൽകിയത് എനിക്ക് നിറവേറ്റി തരണേ, അള്ളാഹുവെ നീ എനിക്ക് വാഗ്ദാനം നൽകിയത് നീ എനിക്ക് ഇപ്പോൾ നൽകണമേ. അവിടുന്ന് ദുആ ചെയ്ത് അവിടുത്തെ കൈ ഉയർത്തി അവിടുത്തെ മുകളിലുള്ള മേൽമുണ്ട് താഴേക്ക് വീണു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കണ്ടപ്പോൾ അവിടുത്തെ പിറകിൽ പോയി ചെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ മതി, അള്ളാഹു അങ്ങേക്ക് ചോദിച്ചത് നൽകുന്നതാണ്. ഈ തൗഹീദിന്റെ ചരിത്രമുള്ള അതിനെക്കുറിച്ചാണ് സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു പറഞ്ഞത്, ഇത് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ തൗഹീദ് എങ്ങനെയാണ് ഈ പറഞ്ഞതിലൊക്കെ പഠിപ്പിച്ചത് എന്ന്. ഇത് തസ്തഗീഥൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം, സഹായതേട്ടം നടത്തിയ സന്ദർഭം ബദറിലാണ് അത് നടക്കുന്നത്, റമദാനിലാണ് സംഭവിച്ചത്. ഇത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങൾക്കിടയിൽ പൗരോഹിത്യത്തിൻ്റെ വേഷമണിഞ്ഞ ആളുകൾ പറയും, ഞങ്ങൾ അള്ളാഹുവിനോട് അല്ലാതെ ഇബാദത്ത് ചെയ്യില്ല, ഞങ്ങൾ ഇസ്തിഗാസ മാത്രമാണ് ചെയ്യുന്നത്. അല്ല മനുഷ്യ, അള്ളാഹു പറയുന്നത് തസ്തഗീഥൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം. ഇസ്തിഗാസ അള്ളാഹുവിനോട് മാത്രമാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസമുണ്ടായപ്പോൾ അള്ളാഹുവിനോടാണ് തേടിയത്. മാത്രമല്ല സുബ്ഹാനല്ലാഹ്, ഈ ആയത്ത് സിയാം നോമ്പിൻ്റെ ആയത്തുകളിലുണ്ടല്ലോ, എന്താ അള്ളാഹു പറഞ്ഞത്? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. സൂറത്തുൽ ബഖറ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, സൂറത്തുൽ ബഖറയിൽ സഹാബികളുടെ ചോദ്യവും അതിനുള്ള ഉത്തരവും ആവർത്തിച്ചു വന്ന സൂറത്താണത്. ധാരാളം ആയത്തുകളുണ്ട്. യസ്അലൂനക അനിൽ യതാമ, അവർ യതീമുകളെ കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ അള്ളാഹു പറയും, ഖുൽ ഇസ്ലാഹുൽ ലഹും ഫീഹി ഖൈർ, യതീമുകളുടെ കാര്യത്തിൽ അവർ ഇസ്ലാഹ് നടത്തുക എന്നതാണ്, ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുക എന്നതാണ് അവർക്ക് നല്ലത്. യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ, അവർ മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും ചോദിക്കുക. ബഖറയിലാണ്, എല്ലാ ആയത്തും ബഖറയിലാണ്. അവർ മദ്യത്തെക്കുറിച്ച് ചൂതാട്ടത്തെക്കുറിച്ച് ചോദിക്കുന്നു. ഖുൽ, പറയുക നബിയെ, ഫീഹിമാ ഇസ്മുൻ കബീർ, അതിൽ ധാരാളം വലിയ പാപമുണ്ട്. യസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുലിൽ അഫ്, അവർ എന്ത് ദാനം ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഖുൽ, നബിയെ പറയുക, അൽ അഫ്, ബാക്കിയുള്ളത് എന്താണ് അത് അവർ കൊടുക്കട്ടെ. ധാരാളം ഇത് വരെ ആയത്തുകളുണ്ട്. യസ്അലൂനക എന്നത് യസ്അലൂനക അനിൽ മഹീദ്, ധാരാളം ആയത്തിൽ യസ്അലൂനക എന്ന് തുടങ്ങുന്ന ആയത്ത് ഏതിലുണ്ട്? സൂറത്തുൽ ബഖറയിലുണ്ട്. ആ ആയത്തുകളെല്ലാം ഇങ്ങനെയാണ്. യസ്അലൂനക, അവർ ചോദിക്കുന്നു, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക എന്ന്. ഈ ആയത്തിലൊഴികെ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഫഖുൽ എന്നല്ല, നീ പറഞ്ഞു കൊടുക്കണമെന്നുകൂടി അതിലില്ല. അള്ളാഹു തന്നെ അതിനുള്ള ഉത്തരം ഏറ്റെടുത്ത് പറയാം. ഈ പറഞ്ഞ വിഷയത്തിനൊരു മധ്യവർത്തി വേണ്ട. നബി അവർ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്രമാത്രം വ്യക്തമാണ് തൗഹീദിൻ്റെ ആയത്തുകൾ. നോമ്പ് പഠിപ്പിക്കുന്ന ഏറ്റവും ഒന്നാമത്തെ പാഠം, സഹോദര പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തൗഹീദോടുകൂടി ഇതിൽ പ്രവേശിക്കുക. അള്ളാഹുവിനെ മാത്രം ദുആ ചെയ്യുന്നവരായിക്കൊണ്ട്, അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നവരായിക്കൊണ്ട്, അള്ളാഹുവിനോട് മാത്രം തേടുന്നവരായിക്കൊണ്ട്, അള്ളാഹുവിൽ മാത്രം ബരമേൽപ്പിക്കുന്നവരായിക്കൊണ്ട്, റബ്ബിൽ മാത്രം വിശ്വസിക്കുന്നവരായിക്കൊണ്ട് നോമ്പിലേക്ക് പ്രവേശിക്കും. ഇല്ല എങ്കിൽ നിന്റെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുന്നതല്ല, നിന്റെ റമദാൻ അള്ളാഹു സ്വീകരിക്കുന്നതല്ല. തൗഹീദാണ് നോമ്പ് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈമാൻ കാര്യങ്ങളുടെ 6 അടിത്തറകൾ, ഈ 6 അടിത്തറകളും നോമ്പിൻ്റെ ഹദീസുകളിൽ സൂചന നൽകപ്പെട്ട കാര്യമാണ്. 6 അടിത്തറകൾ. ഏതൊക്കെ ഈമാൻ കാര്യങ്ങൾ? 6 കാര്യങ്ങൾ. അള്ളാഹുവിലുള്ള വിശ്വാസം, അൽ ഈമാനു ബില്ലാഹ്. 2 അൽ ഈമാനു ബിൽ മലായിക, മലക്കുകളിലുള്ള വിശ്വാസം. 3 അൽ ഈമാനു ബിൽ കുതുബ്, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. 4 അൽ ഈമാനു ബിർ റുസുൽ, അള്ളാഹുവിൻ്റെ റസൂലുകളിലുള്ള വിശ്വാസം. 5
അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസം. 6 അൽ ഈമാനു ബി ഖദാഇല്ലാഹി വ ഖദരിഹി, അള്ളാഹുവിൻ്റെ വിധിയിലുള്ള വിശ്വാസം. ഈ 6 കാര്യങ്ങളിലേക്കുമുള്ള സൂചന നോമ്പുമായി ബന്ധപ്പെട്ട ഹദീസുകളിലും ആയത്തുകളിലും കാണാം. അള്ളാഹുവിലുള്ള വിശ്വാസം നോക്കൂ, നിങ്ങൾ ധാരാളം കേൾക്കുന്ന ഹദീസ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാൻ മാസം ഈമാനുള്ളവനായിക്കൊണ്ട് നോമ്പെടുത്താൽ, അടില്ലേ, എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം എന്താ? ഈമാനുള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം, ഒരു കാഫിർ, ഒരു മുശ്രിക്, അവൻ നോമ്പെടുത്ത് അള്ളാഹ് സ്വീകരിക്കുന്നതല്ല. ഒരു മുശ്രിക്കായ ഒരു മനുഷ്യൻ, കാഫിറായ മനുഷ്യൻ നോമ്പ് എന്നല്ല, ഒരു ജീവിതകാലം മുഴുവൻ പട്ടിണി കിടന്നാൽ അള്ളാഹ് സ്വീകരിക്കില്ല. മൻ സാമ ഈമാനൻ, ഒന്നാമത്തെ കാര്യം ഈമാൻ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം ഈമാനം ബില്ല. ചില ആളുകൾ പറഞ്ഞു അവൻ അള്ളാഹുവിൽ വിശ്വസിക്കണം, അള്ളാഹു ഇത് എനിക്ക് മേൽ നിർബന്ധമാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നോമ്പെടുക്കുന്നത്. അതാണ് ഈ മൻ സാമ ഈമാനൻ. അള്ളാഹു നോമ്പ് എനിക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്, ഇത് എൻ്റെ മേലുള്ള ബാധ്യതയാണ് എന്ന വിശ്വാസത്തോടു കൂടി അവൻ നോമ്പെടുത്താൽ, വഹ്തിസാബൻ, അവൻ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നോമ്പെടുത്താൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. നോമ്പിൽ അള്ളാഹുള്ള വിശ്വാസത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. മലക്കുകളിലും ഖിയാമത്ത് നാളിലുമുള്ള വിശ്വാസത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇദാ കാനത്ത് അവ്വലു ലൈലത്തിൻ റമദാൻ, റമദാനിൻ്റെ ആദ്യത്തെ രാത്രിയായി കഴിഞ്ഞാൽ, സുഫിദത്തി ശയാത്തീൻ വമറദത്തുൽ ജിൻ, പിശാചുക്കളെ ബന്ധിക്കുന്നതാണ്. അതുപോലെ ജിന്നുകളിലെ കഠിന ഉപദ്രവകാരികളായ ആളുകളെ അവരെ ബന്ധിക്കുന്നതാണ്. വഗുല്ലിഖത് അബ്വാബുന്നാർ, നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നതാണ്. അന്ത്യനാളിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. വഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിടപ്പെടുന്നതാണ്. ഇത് പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. നോമ്പ് നോൽക്കുന്നൊരു മനുഷ്യൻ ഇത് ചിന്തിക്കുന്നു, അള്ളാഹുവെ, നീ ഇതാ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം തുറന്നിരിക്കുന്നു, നീ ഒരുക്കി വെച്ചിരിക്കുന്ന നരകം ഇതാ അടച്ചിട്ടിരിക്കുന്നു. പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ അതിലുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വനാദാ മുനാദിൻ, ഒരാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. മലക്കുകൾപ്പെട്ട ഒരാൾ വിളിച്ചു പറയുന്നതാണ്. നമുക്ക് മലക്കുകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടും. റമദാൻ മാസത്തിൽ മലക്കുകൾക്ക് ധാരാളം ഇടപെടലുകളുണ്ട്. ലൈലത്തുൽ ഖദ്റിൽ ഉള്ളതുപോലെ ലൈലത്തുൽ ഖദ്റിൽ മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. റമദാൻ മാസം മലായിക്കത്തുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന മാസമാണ്. വനാദാ മുനാദിൻ, മലക്കുകളിൽപ്പെട്ട ഒരാൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ, നന്മകൾ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വരിക, തിന്മകൾ ഉദ്ദേശിക്കുന്നവനെ നിന്റെ തിന്മകൾ നീ കുറക്കുകയില്ലാതെയാക്കുക എന്ന് മലക്കുകളിൽപ്പെട്ട ഒരാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസം, അവൻ്റെ റസൂലുകളിലുള്ള വിശ്വാസം, ഇതൊക്കെ റമദാനിലുണ്ട്. എല്ലാ കിതാബുകളും അവതരിപ്പിക്കപ്പെട്ടത് റമദാൻ മാസത്തിലാണ്. നമ്മുടെ ഗ്രന്ഥമായ നമ്മുടെ കിതാബ് ഖുർആൻ അവതരിച്ച റമദാനിലാണ്. ഷഹുർ റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ അവതരിപ്പിക്കപ്പെട്ടത് ഖുർആനിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാസിലത്തു ബിൻ അസ്ഖ എന്ന സഹാബി ഉദ്ധരിച്ച ഹദീസിൽ എല്ലാ കിതാബുകളും, അതായത് ഖുർആൻ, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, സുഹ്ഫ് ഇബ്രാഹിം, ഈ പറഞ്ഞതെല്ലാം റമദാൻ മാസത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ഹദീസിൽ വന്നതായി കാണാം. ഇത് കിതാബുകളുടെ വിശ്വാസത്തെ ഓർമ്മപ്പെടുത്തലാണ്. അതോടൊപ്പം നബിമാരുള്ള വിശ്വാസത്തിലേക്കുമുള്ള സൂചന അതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖദായിലുള്ള വിശ്വാസം, നേരത്തെ ദർശനം പറഞ്ഞിരുന്നു. നോമ്പിൽ അള്ളാഹുവിൻ്റെ ഖദാ എല്ലാ രൂപത്തിലുമുണ്ട്. അള്ളാഹിൻ്റെ ഖദാ ശർഈ, ദീനിയായ അള്ളാഹുവിൻ്റെ വിധിയാണിത്. അതുപോലെ തന്നെ ഖദാ കൗനി, അള്ളാഹ് പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച നടപടിക്രമമാണിത്. നീ നോമ്പെടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിധി പ്രകാരമാണ് നീ നോമ്പെടുക്കുന്നത്. അള്ളാഹു അത് വിധിച്ചത് പറയും, നിനക്ക് നീ പ്രയാസം അനുഭവിക്കുന്നു, പട്ടിണി അനുഭവിക്കുന്നു, നിനക്ക് ദാഹം അനുഭവിക്കുന്നു, നീ അള്ളാഹു നിശ്ചയിച്ചതിൻ്റെ പേരിൽ നീ ക്ഷമിക്കാൻ. ഈ അർത്ഥത്തിൽ അള്ളാഹുവിലെ ഈമാൻ കാര്യങ്ങളിൽ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നോമ്പുമായി ബന്ധപ്പെട്ട ഇബാദത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇസ്ലാം കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. നോമ്പ് സഹോദരങ്ങളെ, പ്രധാനപ്പെട്ട ഇബാദത്തുകളെല്ലാം സമന്വയിപ്പിക്കാൻ സാധിക്കുന്ന ഇബാദത്തുകളിലൊന്നാണ് നോമ്പ്.
നോമ്പിൻ്റെ സന്ദർഭത്തിൽ വാജിബായ നിസ്കാരം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. നോമ്പിൻ്റെ സമയത്ത് പ്രത്യേകമായ ഒരു നിസ്കാരം ഏതാ റമദാൻ മാസത്തിൽ? ഏതാ? തറാവിഹ് നിസ്കാരം. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ് തറാവിഹ്. തറാവിഹ് നിസ്കാരം നോമ്പിൽ അള്ളാഹു പഠിപ്പിച്ചു തന്ന, റമദാനിൽ പഠിപ്പിച്ചു തന്ന ഇബാദത്തുകളിൽ ഒന്നാണ്. അതുപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട സദഖ ഏതാണ്? ഫിത്ർ സദഖത്തുൽ ഫിത്ർ. അല്ലെ, ഫിത്ർ സകാത്തുൽ ഫിത്ർ എന്നത് നോമ്പുമായി ബന്ധപ്പെട്ട കർമ്മമാണ്. അപ്പോൾ അതിൽ ദാനധർമ്മം വന്നു, നിസ്കാരം വന്നു, ദാനധർമ്മം വന്നു. അതുപോലെ തന്നെ ചെറിയ ഹജ്ജ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉംറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ സഹാബി വനിതകളിൽപ്പെട്ട ഒരാളോട് അവിടുന്ന് ഹജ്ജ് കഴിഞ്ഞെത്തിയപ്പോൾ ഉമ്മു സിനാൻ അൽ അൻസാരിയ, ഉമ്മു സിനാൻ എന്ന സഹാബി വനിത, ഒരു അൻസാരിയാണ്, അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ മനഅകി മിനൽ ഹജ്ജി, എന്നോടൊപ്പം എന്തുകൊണ്ട് നീ ഹജ്ജ് ചെയ്യാതിരുന്നത്? ഹജ്ജിന് അവസരം ഉണ്ടായിരുന്നത്, നീ എന്തുകൊണ്ട് ഹജ്ജ് ചെയ്തില്ല ഇപ്രാവശ്യം? അപ്പോൾ അവർ പറഞ്ഞു, നബിയെ, ഞങ്ങൾക്ക് 2 ഒട്ടകമുണ്ട്, നനക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒട്ടകമാണ്. ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് എൻ്റെ ഭർത്താവ് ഹജ്ജിന് വന്നു, മറ്റൊരു ഒട്ടകം ഞങ്ങളുടെ കൃഷി നനക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് എനിക്ക് ഹജ്ജിന് വരാൻ സാധിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫഇന്ന ഉംറതൻ ഫീ റമദാന തഖ്ദി ഹജ്ജതൻ ഔ ഹജ്ജതൻ മഈ, റമദാനിലെ ഉംറ എന്നോടൊപ്പമുള്ള ഒരു ഹജ്ജിന് പകരമാകുന്നതാണ്, പകരം തുല്യമാകുന്നതാണ് പ്രതിഫലത്തിൽ. റമദാനിലുള്ള ഉംറയ്ക്ക് പ്രതിഫലം അധികമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലെ ഉംറ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നോക്കൂ, മഹത്തരമായ ഇബാദത്തുകൾ ഏതാണ്ട് അർക്കാൻ ഇസ്ലാമിൽ പറഞ്ഞ എല്ലാ ബദലും വന്നു. നിസ്കാരം പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് റമദാനിൽ, സദഖ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ചെറിയ ഹജ്ജ് എന്ന് പറയാവുന്ന ഉംറയും റമദാനിനോടൊപ്പം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദ അല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫൻ, ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ ബഅദ അല്ലാഹു വജ്ഹഹു 70 ഖരീഫൻ, ബഅദ അല്ലാഹു വജ്ഹഹു മിനൻ നാരി 70 ഖരീഫൻ, അള്ളാഹു അവൻ്റെ മുഖം 70 വർഷം ദൂരേക്ക് അകറ്റുന്നതാണ്. മുഫസ്സിരീങ്ങൾ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, ഫീ സബീലില്ലാഹ് എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന വേളയിൽ ഒരാൾ നോമ്പെടുത്തുകൊണ്ട് യുദ്ധം ചെയ്താൽ അവൻ ഈ പറഞ്ഞ പ്രതിഫലമുണ്ട് എന്ന്. ചില ആളുകൾ അങ്ങനെയാണ് വിശദീകരിച്ചത്. വേറെ ചിലർ പറഞ്ഞു, അല്ല, അതിൻ്റെ ഉദ്ദേശം ഇഖ്ലാസാണ്. ഒരാൾ അള്ളാഹുവിന് വേണ്ടി മാത്രമായി ഒരു ദിവസം നോമ്പെടുത്താൽ അവന് 70 വർഷം വിദൂരത്തേക്ക് അവൻ്റെ മുഖം നരകത്തിൽ നിന്ന് അകറ്റുന്നതാണ്. എന്താകട്ടെ സഹോദരങ്ങളെ, റമദാനിൽ ഈ പറഞ്ഞ ഇബാദത്തുകളും ഈ പറഞ്ഞ സൽക്കർമ്മങ്ങളുമൊക്കെ ഒരുമിപ്പിക്കപ്പെടുന്ന ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകട്ടെ ഈ പറഞ്ഞത് അധികരിപ്പിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. നമ്മുടെ റമദാൻ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ലാ യസ്തവിയന്ന സൗമു യൗമിക ലാ യസ്തവിയന്ന യൗമു സൗമിക വയൗമു ഫിത്രിക, നിന്റെ നോമ്പിൻ്റെ ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരിക്കലും ഒരുപോലെയാകരുത്. അതിപ്പോൾ റമദാനിലാണെങ്കിൽ അല്ലാത്ത ദിവസമാണെങ്കിൽ, നോമ്പെടുക്കുന്ന ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരുപോലെയാകരുത്. നോമ്പുള്ള ദിവസം എങ്ങനെയാണോ അതേപോലെ തന്നെ നോമ്പില്ലാത്ത ദിവസം അങ്ങനെ ആകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇബ്നു അബ്ബാസിൻ്റെ ഹദീസിൽ കാണാം, അദ്ദേഹം പറഞ്ഞു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും ഔദാര്യവാനായിരുന്നു, ഏറ്റവും ഔദാര്യവാനായിരുന്നു. അവിടുത്തെ പോലെ ഔദാര്യമുള്ള ഒരാളുണ്ടായിരുന്നില്ല. ഇത് ഏത് സമൂഹത്തിലാണ് ഇത് പറയുന്നത്? അബൂബക്കറും ഉസ്മാനും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും റളിയല്ലാഹു അൻഹും ഇങ്ങനെയുള്ള ധനികരായ സഹാബിമാർ, അവർ ഒട്ടകക്കണക്കിന് സദഖകൾ നൽകിയിരുന്ന സഹാബിമാരുള്ള ആ സമൂഹത്തിലാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്, കാന അജ്വദൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും വലിയ ദാനധർമ്മി അവിടുന്നായിരുന്നു. അവിടുന്ന് നൽകുന്നത് പോലെ മറ്റൊരാൾ നൽകിയിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചില ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവരുടെ നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന് അവിടുത്തെ ദാനധർമ്മം കണ്ടിട്ട് ഇയാൾ ഇസ്ലാം സ്വീകരിച്ച് തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു എന്നാണ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചോളൂ,
فإن محمدا يعطي عطاء من لا يخشى الفقر. ദാരിദ്ര്യം ഭയക്കാത്തൊരു മനുഷ്യൻ കൊടുക്കുന്നത് പോലെയാണ് മുഹമ്മദ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ദാനധർമ്മം കണ്ടിട്ട് ഇയാൾ അത്ഭുതപ്പെട്ടു സഹാബി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സന്ദർഭത്തിലും അങ്ങനെയായിരുന്നു. അപ്പോൾ റമദാൻ ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥിതി എന്തായിരിക്കും? വകാന അജ്വദ മാ യകൂനു ഫി റമദാൻ ഹീന യൽഖാഹു ജിബ്രീൽ. ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടാറുള്ള റമദാൻ മാസത്തിലായിരുന്നു അവിടുന്ന് ഏറ്റവും അധികം ദാനധർമ്മിയായിരുന്നത്. ആ സമയത്ത് അവിടുന്ന് കൂടുതൽ വ്യത്യാസം കാണിക്കുമായിരുന്നു. കൂടുതൽ അതിൻ്റെ ഉദാഹരണം എങ്ങനെയാണ്? അദ്ദേഹം ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈരി മിന റീഹിൽ മുർസല. അടിച്ചു വീശുന്ന ഒരു കാറ്റ് അതിനേക്കാൾ ഉദാരവാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറുമായിരുന്നു. ഒരു കാറ്റടിച്ചു വീശുമ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഉപകാരം എവിടെയൊക്കെ ഉണ്ടാവും? എവിടെയൊക്കെ കിട്ടും? ഒന്ന്, അത് തണുപ്പ് നൽകുന്നു, അത് മുഖേന പല ചെടികളും പരാഗണം ഉണ്ടാകുന്നു, അതുപോലെ മഴ എത്തുന്നു, ആളുകൾക്ക് പിന്നെ ചൂടിന് ആശ്വാസം ലഭിക്കുന്നു. കാറ്റുകൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങളുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദാനം അടിച്ചു വീശുന്ന ഒരു കാറ്റിനേക്കാളും അതിൻ്റെ ഖൈർ ജനങ്ങൾക്ക് എത്തുമായിരുന്നു. റമദാൻ മാസം എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ അതാകുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. നിങ്ങൾ നേരത്തെ കേട്ട ഹദീസിലുള്ളതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഐഖദ അഹ്ല, തൻ്റെ കുടുംബത്തെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമായിരുന്നു. വയുഹി ലൈല, അവിടുത്തെ രാത്രി അവിടുന്ന് ഇബാദത്തുകൾ കൊണ്ട് ജീവിപ്പിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെക്കുറിച്ച് സഹാബിമാർ പറഞ്ഞതായിക്കാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, ഇതെല്ലാം ഒരുമിപ്പിക്കപ്പെടുന്ന ഇബാദത്തുകളിൽ ഒന്നാണ് നോമ്പ് എന്ന കാര്യം ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നോമ്പ് പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാഠം ഇത്തിബാഇൻ്റെ പാഠമാണ്. എന്താ ഇത്തിബാ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. എന്താ അതിൻ്റെ നേർവിപരീതം? എന്താ അതിൻ്റെ വേർവിപരീതം? ബിദ്അത്ത് ഉണ്ടാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത വഴികൾ ഉണ്ടാക്കുക. സഹാബികൾ പറഞ്ഞതുപോലെ, ഇബ്നു മസ്ഊദ് അദ്ദേഹം പറഞ്ഞതുപോലെ, ഇത്തബിഉ വലാ തബ്തദിഉ ഫഖദ് കുഫീതു. നിങ്ങളെ പിൻപറ്റുക. നിങ്ങളെന്ത് ചെയ്യരുത്? പിൻപറ്റുക. അല്ലാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുക, അനുസരിക്കുക. വലാ തബ്തദിഉ, നിങ്ങൾ പുതിയതുണ്ടാക്കരുത്. ഫഖദ് കുഫീതു, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദീനിൽ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോമ്പ് അത് മനോഹരമായി പഠിപ്പിക്കുന്ന ഇബാദത്താണ്. എല്ലാ ഇബാദത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ നോമ്പ് അത് വളരെ മനോഹരമായി ഇത്തിബാഇൻ്റെ രൂപം പഠിപ്പിക്കുന്ന ഇബാദത്താണ് നോമ്പ് എന്നത്. നോക്കൂ നിങ്ങൾ, റമദാൻ മാസം അത് വന്നെത്തിയാൽ അതിൻ്റെ 1 മുതൽ നോമ്പ് ആരംഭിക്കുന്നു. അതിൻ്റെ തൊട്ടു മുൻപുള്ള ദിവസമോ ഏതായാലും റമദാൻ വരുന്ന നോമ്പൊക്കെ ആയില്ലേ, 2-3 ദിവസം നോമ്പെടുത്ത് ശഅബാൻ്റെ അവസാനം നോമ്പെടുത്ത് റമദാനിലേക്ക് പ്രവേശിക്കാമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസ്തഖ്ബിലു റമദാന ബിസൗമി യൗമൈൻ. നിങ്ങൾ റമദാനിലേക്ക് അതിന് തൊട്ടു മുൻപ് 1-2 ദിവസം നോമ്പെടുത്തുകൊണ്ട് പ്രവേശിക്കരുത്. റമദാന് തൊട്ടു മുൻപുള്ള ശഅബാൻ അവസാന ദിവസങ്ങൾ, മുൻപ് ഒരാൾ തിങ്കളും വ്യാഴം നോമ്പെടുക്കാറുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച റമദാൻ്റെ തൊട്ടു മുന്നുള്ള ദിവസമായി, അപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ നോമ്പെടുക്കാം എന്നതൊഴിച്ചു നിർത്തിയാൽ റമദാനിന് മുൻപ് പ്രത്യേകമായി 1-2 ദിവസം നോമ്പെടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. നോക്കൂ, അപ്പോൾ അവനവൻ്റെ ബുദ്ധി കൊണ്ട് ഒരാൾ നോമ്പല്ലേ, ഖൈറല്ലേ, റമദാനല്ലേ വരുന്നതിൻ്റെ കുറച്ച് 2 ദിവസം മുന്നേ ഇബാദത്ത് എടുത്താൽ എന്താ? നിസ്കരിക്കുന്നതിന് മുന്നേ റാത്തിബത്തില്ലേ, റവാത്തിബ് നിസ്കാരം നിസ്കരിക്കുന്ന പോലെ 2 നോമ്പ് എടുക്കട്ടെ എന്ന് പറഞ്ഞാലോ? ഇല്ല, നിന്റെ ബുദ്ധിക്ക് ഇവിടെ വഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് റമദാൻ എത്തിയാൽ തുടങ്ങാലാണ്. അവിടുന്ന് പറഞ്ഞു, സൂമുലി റൗയത്തെ, നിങ്ങൾ മാസപ്പിറവി കണ്ടാൽ നോമ്പെടുക്കുക. എന്തിനധികം ഒരിക്കൽ സഹാബിമാരിൽപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ റമദാനിന് തൊട്ടു മുൻപുള്ള ദിവസമാണ്. അപ്പോൾ ആ ദിവസം യൗമുശക്കിൽപ്പെട്ട, അതായത് യൗമുശക്ക് എന്ന് പറഞ്ഞാൽ റമദാൻ 29ാമത്തെ രാവ്, ശഅബാൻ 29ാമത്തെ രാവ് എത്തിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? മാസപ്പിറവി കണ്ടാൽ നാളെ നോമ്പാണ്. മാസപ്പിറവി കണ്ടിട്ടില്ലെങ്കിലോ അടുത്ത ദിവസം ശഅബാൻ 30 ആകും. അപ്പോൾ ആ ദിവസമാണിത്.
അന്ന് രാത്രിയിൽ മേഘം മറഞ്ഞത് കാരണത്താൽ മാസം കാണാൻ കഴിഞ്ഞില്ല. അപ്പം മേഘത്തിനപ്പുറം ചിലപ്പോൾ എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്? മാസപ്പിറവി ഉദിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. മേഘം മറഞ്ഞത് കാരണത്താൽ ആ ദിവസത്തിൽ മാസപ്പിറവി കണ്ടിട്ടില്ല. അപ്പം അതിൻ്റെ അടുത്ത പകലെത്തി. അന്ന് നോമ്പാണോ? അല്ല, റമദാനിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആരോ ഒരാൾ ആട് പാചകം ചെയ്ത് ഭക്ഷണം മുന്നിൽ കൊണ്ടുവന്നു വെച്ചു. അപ്പോൾ അദ്ദേഹം അത് കഴിക്കാൻ ആരംഭിച്ചപ്പോൾ ഫതനഹ ബഅദുൽ ഖൗം, അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ മാറിയിരുന്നു, നോമ്പാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹം പറയാൻ, മൻ സാമ ഹാദൽ യൗം ഫഖദ് അസ അബൽ ഖാസിം, ആരെങ്കിലും ഈ ദിവസം നോമ്പെടുക്കുന്നുണ്ട് എങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ റസൂലിനെ ധിക്കരിച്ചിരിക്കുന്നു. നോക്കൂ, ഒരുത്തന് അവൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മാസപ്പിറവി ഉണ്ടായിട്ടുണ്ടാവൂലേ, അപ്പം നോമ്പാണെങ്കിൽ കിട്ടിക്കോട്ടെ, റമദാൻ ആണെങ്കിൽ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, സുന്നത്ത് നോമ്പിൻ്റെ പ്രതിഫലം മതി. ഇല്ല, അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് നോക്കരുത് പറഞ്ഞാൽ നോക്കരുത്, നോക്കാൻ പറഞ്ഞാൽ നോക്കണം. ഇതേപോലെ തന്നെ നോമ്പിൻ്റെ ഇബാദത്ത് നോക്കൂ, നിശ്ചയിച്ചത് എങ്ങനെ? സൂര്യൻ ഫജ്ർ പുലർന്നാൽ അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫജ്ർ രണ്ടുണ്ട്, സാദിഖുണ്ട് കാദിബുണ്ട്. എന്താ ഫജ്റും സാദിഖും കാദിബും? ഒന്നാമത് രാത്രി സുബ്ഹ് ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുൻപ് ചക്രവാളത്തിൽ ഒരു തൂണ് പോലെ ഒരു പ്രകാശത്തിൻ്റെ ഭാഗം കാണും, അതാണ് ഫജ്റുൻ കാദിബ്. അത് കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാതെയാകും. പിന്നെ അതിനുശേഷം ചക്രവാളത്തോട് ചേർന്നുകൊണ്ട് പരന്ന രൂപത്തിൽ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ കണിക ഇങ്ങനെ പുറപ്പെട്ടു, അതാണ് ഫജ്റുൻ സാദിഖ്. ഫജ്റുൻ കാദിബ് എന്നാൽ ഒരാൾ പറയുന്നത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി, എന്തിനാ ഫജ്റുൻ കാദിബ്, വെളിച്ചം കണ്ട പിന്നെ നോമ്പെടുക്കണം, അങ്ങനെയാണോ? അല്ല, നിനക്ക് ഫജ്റുൻ കാദിബിൻ്റെ സന്ദർഭത്തിൽ നിനക്ക് അത്താഴം കഴിക്കാം. അല്ല, അത്താഴം ആ സമയത്തേക്ക് പിന്തിക്കലാണ് അഫ്ളൽ. എത്രമാത്രം അത്താഴം നിസ്കാരത്തിന് തൊട്ട് മുൻപുള്ള സമയത്തേക്ക്, അല്ലെങ്കിൽ അദാന് തൊട്ട് മുൻപുള്ള സമയത്തേക്ക്, ഫജ്ർ ഉദിക്കാൻ തൊട്ട് മുൻപുള്ള സമയത്തേക്ക് വൈകിപ്പിക്കാൻ സാധിക്കും, അതാണ് അഫ്ളൽ, അതാണ് കൂടുതൽ പ്രതിഫലം. ഒരാൾ പറയും ഞാൻ കുറച്ച് നേരത്തെ അത്താഴം കഴിച്ചിട്ട് നോമ്പെടുക്കും, എനിക്ക് അതാണ് നല്ലതെന്ന് പറഞ്ഞാലോ? അല്ല, അതല്ല അഫ്ളൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന മഅശറൽ അംബിയാ ഉമിർന അൻ നുഅജ്ജിലൽ ഇഫ്താർ വ നുഅഖിറസ് സുഹൂർ വ അൻ നദഅ ഐമാനന അലാ ശമാഇലിന. ഞങ്ങൾ നബിമാർ അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ 3 കാര്യങ്ങൾ: 1 അത്താഴം വൈകിപ്പിക്കണം, 2 നോമ്പ് തുറ നേരത്തെ ആക്കണം, 3 നിസ്കാരത്തിൽ ഇടത് കൈയിൻ്റെ മുകളിൽ വലത് കൈ വെക്കണം. ഈ 3 കാര്യങ്ങൾ ഞങ്ങൾ നബിമാരോട് കൽപ്പിക്കപ്പെട്ടതാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എൻ്റെ അത്താഴം വൈകിപ്പിക്കാനാണ്. അപ്പോൾ അത്താഴം വൈകിപ്പിക്കണം. നോമ്പ് തുറ നേരത്തെ ആക്കാനാണ്, അപ്പോൾ നോമ്പ് തുറ നേരത്തെ ആക്കണം. നോമ്പ് തുറ നേരത്തെ ആക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം. അവിടുന്ന് പറഞ്ഞു, ഒരു ദിവസം അവിടുന്ന് യാത്രയിലാണ്, സഹാബിമാരുണ്ട്. അവിടുന്ന് ഒപ്പമുള്ള ഒരാളോട് പറഞ്ഞു, യാ ഫുലാൻ ഇൻസിൽ, എല്ലാം മനുഷ്യ നീ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം തയ്യാറാക്കാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ പകല് ബാക്കിയാണ്, ഇപ്പോഴും പകല് അസ്തമിച്ചിട്ടില്ല, വെളിച്ചുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, വീണ്ടും ഇതേ മറുപടി പറഞ്ഞു. മൂന്നാമത് അവിടുന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ശക്തമായി പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, ഇദാ അഖ്ബല അൽ-ലൈലു മിൻ ഹാഹുന വ അദ്ബറ അൻ-നഹാറു മിൻ ഹാഹുന വ ഗറബത്തി അശ്-ശംസ് ഫഖദ് അഫ്തറ as-സായിം. രാത്രി കിഴക്കുഭാഗത്ത് നിന്ന് വന്നു തുടങ്ങുകയും രാത്രി അവിടുന്ന് വന്നു തുടങ്ങി. വഅദ്ബറ അൻ-നഹാറു മിൻ ഹാഹുന, പകൽ പടിഞ്ഞാറു ഭാഗത്ത് നിന്ന് അസ്തമിക്കുകയും ചെയ്തു, പകൽ പോയി. രാത്രി ഇവിടുന്ന് പുറപ്പെട്ടു. അതായത് ഒരു മനുഷ്യൻ 2 ഭാഗവും തുറസായ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ കിഴക്കോട്ട് നോക്കിയാൽ അവൻ സൂര്യൻ അതിൻ്റെ മുഴുവൻ ചക്രവും സൂര്യൻ്റെ വട്ടം അത് മുഴുവനായി മറഞ്ഞതായി കാണും. കണ്ടാൽ ഇപ്പുറത്ത് നോക്കിയാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടായിട്ടുണ്ടാവും? രാത്രി ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും. പകൽ ഇവിടെ അസ്തമിച്ചിട്ടുണ്ടായിരിക്കും. സൂര്യൻ അസ്തമിക്കുകയും ചെയ്താൽ ഫഖദ് അഫ്തറ സായിം, അവൻ നോമ്പ് തുറന്നിരിക്കുന്നു, നോമ്പുകാരൻ്റെ നോമ്പ് അവൻ മുറിച്ചിരിക്കുന്നു. ചില ഹദീസ് വിശദീകരിച്ച് ചില പണ്ട് അവൻ തിന്നിട്ടില്ലെങ്കിൽ നോമ്പ് കുറഞ്ഞിരിക്കുന്നു.
അവൻ്റെ നോമ്പിൻ്റെ സമയം കഴിഞ്ഞു. ഇനി അവൻ തിന്നിട്ടില്ലെങ്കിൽ പോലും അവൻ നോമ്പ് മുറിച്ച അവസ്ഥയിലാണ്. ഇപ്പം നോക്കൂ, ഒരാൾ പറയും കുറച്ചു നേരം കൂടി പട്ടിണി കിടന്നൂടെ, ഇത്രയും നേരം പട്ടിണി. ചില ആൾക്കാർ അങ്ങനെ പറയും, നോമ്പറക്കാല സമയം ആയി കഴിഞ്ഞാൽ പറയും ഇത്രയും നേരം പട്ടിണി കിടന്നില്ലേ, കുറച്ചും കൂടി സഹിച്ചാൽ എന്താ. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സമയം പറഞ്ഞാൽ ആ സമയത്ത് നോമ്പറക്കണം. ഇത്തിബാഇന്റെ പാഠം പഠിപ്പിക്കപ്പെട്ട ഇബാദത്താണ് നോമ്പ് എന്ന ഇബാദത്ത്. എന്തൊരു കാര്യവും ഒരു കാര്യം എപ്പോഴാണ് നോമ്പ് മുറിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. നോമ്പ് ഇത്തിബാഇന്റെ പാഠം പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിന് തെളിവുകളിൽപ്പെട്ടത് നിങ്ങൾ പലതവണ കേട്ടുള്ള ഹദീസ്. 3 ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളെ കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടി വന്നു. ഒരാൾ പറഞ്ഞു, ഇബാദത്തുകൾ കേട്ടപ്പോൾ ആയിഷ ബി പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ കന്നഹും തഖല്ലുഹ, അവർക്കിത് വളരെ കുറച്ചാണ് എന്ന് തോന്നിയതുപോലെ. അപ്പോൾ അവരതിനൊരു ന്യായം കണ്ടെത്തി. അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലാണ്, മുൻകഴിഞ്ഞത് വരാനിരിക്കുന്നതുമായ തെറ്റുകളൊക്കെ പുറത്തു നൽകപ്പെട്ടിരിക്കുന്നു, അവിടത്തേക്ക് ഇത്ര മതി, നമ്മൾ ഇത്ര പോരാ. ഒരാൾ പറഞ്ഞു ഇനി ഒരിക്കലും ഫഇന്നി അസൂമു വലാ ഉഫ്തർ, ഞാൻ ഇനി എല്ലാ ദിവസവും നോമ്പെടുക്കും, നോമ്പ് മുറിക്കുകയില്ല. വേറൊരാൾ പറഞ്ഞു ഞാൻ ഇനി എല്ലാ ദിവസവും രാത്രി ഉറങ്ങുകയില്ല, നിസ്കാരത്തിലായിരിക്കും. വേറെ ഒരാൾ പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കുകയില്ല, ഇബാദത്തിന് വേണ്ടി മാറിയിരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസിൻ റിവായത്തിൽ കാണാം അവിടുന്ന് ഇവരെ വിളിപ്പിച്ചു എന്ന് കാണാം. വേറെ ചില ഹദീസുകൾ കാണാം അവിടുന്ന് ഇവരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു എന്ന് കാണാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങളാണ് ഇങ്ങനെ പറഞ്ഞത്? അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ബില്ലാഹി വഅത്ഖാകും ലഹ്, എന്നാൽ നിങ്ങളിൽ അല്ലാഹുവിനോട് ഏറ്റവും ഭയഭക്തി ഉള്ളതും അവനോട് ഏറ്റവും തഖ്വയുള്ളതും എനിക്കാണ്. ഫഇന്നി ഉസല്ലി വഅനാം, ഞാൻ ഉറങ്ങുകയും നിസ്കരിക്കുകയും ചെയ്യാറുണ്ട്, ഞാൻ ഉറങ്ങും നിസ്കരിക്കുകയും ചെയ്യും. വഅസൂമു വഅഫ്തിർ, നോമ്പെടുക്കുകയും നോമ്പ് ഒഴിവാക്കുകയും ചെയ്യാറുണ്ട്. ചില ദിവസം നോമ്പുണ്ടാവും, ചില ദിവസം നോമ്പുണ്ടാവില്ല. വതസവ്വജു നിസാ, ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും എൻ്റെ സുന്നത്തിനോട് വിമുഖത കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് സഹോദര, നോമ്പ് നിന്നെ പഠിപ്പിക്കുന്ന മര്യാദകളിൽപ്പെട്ടതാണ് ഇത്തിബാഇന്റെ മര്യാദ. ഇത്തിബാ റസൂൽ പറഞ്ഞത് എന്താണോ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുക. കാരണം അത് നീ അബ്ദാണ് എന്നതിൻ്റെ തെളിവാണ്. അള്ളാഹുവിൻ്റെ അടിമയാണ് നീ. അള്ളാഹു ചലിക്കാൻ പറഞ്ഞാൽ നീ ചലിക്കണം, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കണം. ഇത്രേ വെക്കാൻ കാല് വെക്കാൻ പാടുള്ളൂ, അത്രേ വെക്കാൻ പാടുള്ളൂ, അതിനപ്പുറത്തേക്ക് വെക്കരുത്. എന്താണോ റബ്ബ് പറഞ്ഞത് അവിടെ നിൽക്കുക, അതിനപ്പുറത്തേക്ക് പോകരുത്. സഹാബികൾ അത് അങ്ങനെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചവരായിരുന്നു. നമ്മൾ സഹാബികൾ നോക്കൂ, നോമ്പിൻ്റെ ഹദീസിൽ തന്നെ കാണാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആയത്ത് അവതരിപ്പിച്ചു, വകുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദ് മിനൽ ഖൈത്തിൽ അസ്വദ്. അതുവരെയാണ് ആദ്യം അവതരിച്ചത്. പിന്നെയാണ് മിനൽ ഫജ്ർ എന്ന വാക്ക് വന്നത്. നോമ്പിൻ്റെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു കുലൂ വശ്റബൂ, നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊള്ളുക, വെള്ളം കുടിച്ചുകൊള്ളുക, ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദ് മിനൽ ഖൈത്തിൽ അസ്വദ്, വെളുത്ത നൂല് കറുത്ത നൂലിൽ നിന്ന് വേറിട്ട് കാണുന്നത് വരെ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തോളും. അദി ഇബ്നു ഹാത്തിം എന്ന സഹാബി അത് അക്ഷരാർത്ഥത്തിലെടുത്തു. നമുക്ക് അവരുടെ അനുസരണത്തിൻ്റെ രൂപം അതായിരുന്നു. അള്ളാഹു പറഞ്ഞിരിക്കുന്നു വെളുത്ത നൂല് കറുത്ത നൂല് വേർതിരിയണം. അദ്ദേഹം ഒരു വെളുത്ത നൂലെടുത്തു, ഒരു കറുത്ത നൂലെടുത്തു, വീട്ടിൽ വെച്ചു. അത് രണ്ടും വേർതിരിയുന്നത് വരെ കാത്തു നിൽക്കാൻ ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞപ്പോൾ അവിടുന്ന് പറയും നൗശാദതക ലഅരീദ്, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നമാ ദാക ബയാദുൻ നഹാർ വസവാദുൽ ലൈൽ, രാത്രിയുടെ കറുപ്പും പകലിൻ്റെ വെളുപ്പുമാണ് അവിടെ ഉദ്ദേശം. അപ്പോൾ അത് വേറിട്ട് കാണുന്നത് വരെ തന്നെ. പക്ഷെ അതിൽ പഠിക്കാനുള്ള പാഠം എന്താണ്? സഹാബികളോട് എന്താണോ പറഞ്ഞത് അവിടെയാണ്. അത് നമുക്ക് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റുക, അതിലേക്ക് അവർ പോയിരുന്നില്ല. അതിനുശേഷമാണ് വിശദീകരിച്ചോടെ മിനൽ ഫജ്ർ എന്ന ആയത്ത് വന്നത്. അത് വന്നതോടുകൂടി അവ്യക്തത നീങ്ങുകയും ചെയ്തു. ഫജ്റിൻ്റെ ഇരുട്ടും വെളുപ്പും മാറുന്നവൻ. സഹാബികൾ അങ്ങനെയാണ് ദീൻ മനസ്സിലാക്കിയിരുന്നത്. എന്താണോ പറഞ്ഞത് അതതുപോലെ, അതിൽ വ്യത്യാസം വരുത്താതിരിക്കുക, അതിൽ യാതൊരു നിലക്കും മാറ്റം വരുത്താതിരിക്കുക.
അതായിരുന്നു അവർ സ്വീകരിച്ചിരുന്ന മര്യാദ. അപ്പോൾ അത് നോമ്പ് പഠിപ്പിക്കുന്ന മര്യാദകളിൽപ്പെട്ടതാണ്. മറ്റൊരു പാഠം സഹോദര, ഇഖ്ലാസിൻ്റെ പാഠമാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അമലുകൾ ചെയ്യുക എന്ന പാഠമാണ്. അത് മറ്റൊരു പാഠമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ അതിൻ്റെ സൂചന ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് നോമ്പിൻ്റെ പല ഹദീസിലും കാണാം മൻ സാമ ലില്ലാ, അല്ലെങ്കിൽ മൻ സാമ ഫീ സബീലില്ലാ, മൻ ഖാമ ഈമാനൻ വഹ്തിസാബൻ. ഒരാൾ നോമ്പെടുക്കുന്നത് പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ അവന് ഈ പ്രതിഫലമുണ്ട്. നോമ്പ് എന്തിനു വേണ്ടിയായിരിക്കണം? അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് അദ്ദേഹം പറഞ്ഞതുപോലെ ലാ തഖുൽ ഇദാ സാമ അന്നാസു സുംത് വ ഇദാ അഫ്തറു അഫ്തർത്. നീ ഒരിക്കലും ജനങ്ങൾ നോമ്പ് നോറ്റാൽ ഞാനും നോമ്പെടുക്കും, അവർക്ക് നോമ്പില്ലെങ്കിൽ എനിക്കും നോമ്പില്ല എന്ന അവസ്ഥയിലാകരുത്. എന്തേ നോമ്പെടുക്കുന്നു? റമദാനെ കുറിച്ച് യാതൊരു ചിന്തയില്ല. അങ്ങനെ റമദാൻ എത്തിയ എല്ലാവരും അവിടെ ഒച്ചവിളി കേൾക്കുക, നോമ്പെടുത്തു, അപ്പം ഞാനും നോമ്പെടുത്തു. നോമ്പ് തുടങ്ങിയോ എന്നുള്ളത് അവൻ്റെ ഒരു ടെൻഷനല്ല. നോമ്പ് തുടങ്ങിയിട്ടില്ലെങ്കിൽ അവന് കുഴപ്പമില്ല. ആൾക്കാർ നോമ്പെടുക്കുക, എന്നാൽ പിന്നെ നമ്മൾ നോമ്പെടുക്കുക. അങ്ങനെയുള്ളൊരു നോമ്പാകരുത്. അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം. നീ അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഇത് ചെയ്യുന്നത് എങ്കിൽ ഒരു പ്രതിഫലവും നിനക്കിതിലില്ല, വെറുതെ പട്ടിണി കിടക്കുന്നല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വ ശറാബഹ. ഒരു മനുഷ്യൻ മോശമായ വാക്കുകളും പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കണമെന്ന് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല. നീ പട്ടിണി കിടക്കണമെന്ന് അള്ളാഹുവിന് യാതൊരു ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്. എത്രയോ നോമ്പുകാരുണ്ട്, അവർക്ക് അവരുടെ നോമ്പ് കൊണ്ട് ആകെ ലഭിക്കുന്നത് പട്ടിണി മാത്രമാണ്. വറുബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്രയോ നിസ്കാരക്കാരുണ്ട്, അവർക്ക് അവരുടെ നിസ്കാരം കൊണ്ട് ലഭിക്കുന്നത് ഉറക്കം പോയി എന്നുള്ളത് മാത്രം. നിന്റെ ഇബാദത്ത് അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. നോമ്പ് നോൽക്കുമ്പോൾ നീ ചിന്തിക്ക, റബ്ബേ പരലോകത്തെത്തിയാൽ ഇത് എനിക്ക് ഉപകരിക്കണം. നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന വേളയിൽ അള്ളാഹു എൻ്റെ തെറ്റുകൾ പുറത്തു നൽകാൻ എനിക്ക് ഇബാദത്ത് കാരണമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ സായിമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രിഹ്, അവൻ നോമ്പ് തുറക്കുമ്പോൾ അവനൊരു സന്തോഷമുണ്ട്. എന്താ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം? ഒന്ന് അൽഹംദുലില്ലാ, അള്ളാഹു ഭക്ഷണം നൽകിയിരിക്കുന്നു, നോമ്പ് തുറക്കാൻ അവസരം റബ്ബ് എളുപ്പം നൽകിയതാണ്. ഭക്ഷണം മനുഷ്യന് വിശപ്പ് എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. ഭക്ഷണം കഴിക്കാൻ കഴിയാതെ അൽഹംദുലില്ലാ, അള്ളാഹു ചെയ്ത അളവാണ്, അള്ളാഹു ചെയ്ത നന്മയാണ്. അതുപോലെ നോമ്പ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു, അതൊരു സന്തോഷമാണ്. നോക്കൂ നിങ്ങൾ, ചില സ്ത്രീകൾ ചിലപ്പോൾ രാവിലെ പാവ അവർ നോമ്പ് എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ മഗ്‌രിബ് കൊടുക്കുക തൊട്ട് മുന്നേ ഹൈദ് ആരംഭിക്കും. റമദാനിൽ ആ നോമ്പ് അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ പ്രയാസത്തിന് ഇൻഷാ അല്ലാഹ് അവർക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലമുണ്ട്. പക്ഷെ ആ നോമ്പ് അവർക്ക് പോയി. അള്ളാഹ് നിനക്ക് നോമ്പ് പൂർത്തീകരിക്കാൻ ഇളവ് തന്നു, നിനക്ക് പ്രയാസം ഉണ്ടായില്ല, നോമ്പ് മുറിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, നോമ്പ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു, അതൊരു സന്തോഷമാണ്. വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അവന് രണ്ടാമതൊരു സന്തോഷമുണ്ട്. അത് എങ്ങനെയിരിക്കും? അവൻ്റെ നോമ്പ് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ അവൻ സന്തോഷിക്കുന്നതാണ്. കാരണം അവൻ്റെ കുറേ തെറ്റുകൾ പൊറുക്കാൻ, അവൻ്റെ ധാരാളം നന്മകൾ രേഖപ്പെടുത്താൻ കണക്കില്ലാത്ത പ്രതിഫലം. നോക്കൂ നിങ്ങൾ, ഓരോ അമലും കണക്ക് വെച്ച് പ്രതിഫലം നൽകപ്പെടും. ഇതിന് കണക്കില്ല. ഇതിന് എത്രയാണെന്ന് കണക്കില്ലാതെയാണ് പ്രതിഫലം നൽകപ്പെടുക നോമ്പിന്. അങ്ങനെ കണക്കില്ലാതെ ഒരുത്തിന് പ്രതിഫലം ഇങ്ങനെ നൽകപ്പെടുന്ന സന്ദർഭത്തിൽ മീസാനിന് മുൻപിൽ നിൽക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ വിചാരണക്ക് മുൻപിൽ നിൽക്കുമ്പോൾ നോമ്പ് അവൻ ഉണ്ടാക്കുന്ന സന്തോഷം എന്തായിരിക്കും? അൽഹംദുലില്ലാ, റബ്ബേ എത്ര നോമ്പെടുക്കാൻ പറ്റിയല്ലോ. അപ്പം രണ്ടാമത്തെ സന്തോഷം, അതായത് നിനക്ക് ലഭിക്കണമെങ്കിൽ നിനക്ക് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം നീ നോമ്പെടുത്തത്. നോമ്പിൻ്റെ ഇഖ്ലാസ് നന്നാക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഖുത്ബയിൽ മിമ്പറിൽ ഖത്തീബ് ഖുത്ബ പറയുമ്പോൾ ധാരാളം തവണ കേട്ട ഹദീസുകളായിരിക്കും നോമ്പിൻ്റെ ഹദീസുകൾ. ഓരോ റമദാനിൽ ഇത് പറയുന്നുണ്ടാവും. ഇത് ആളുകൾക്ക് ചിലപ്പോഴെങ്കിലും കുറേ തവണ കേട്ട് കഴിഞ്ഞാൽ പിന്നെന്താ, എത്ര കേട്ടത്, അങ്ങനെയല്ല. ആ പറയുന്ന ഹദീസുകൾ നിന്റെ നോമ്പിന് മുൻപ് നീ ചിന്തിക്കുക എന്നത്, നീ ആ പ്രതിഫലം നിന്റെ മനസ്സിൽ ആഗ്രഹിക്കുക എന്നത്, ഈ പ്രതിഫലമൊക്കെ നിനക്ക് നൽകപ്പെടാനും നിന്റെ ഇബാദത്ത് നന്നാകാനും സഹായിക്കുന്നതാണ്.
അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മനുഷ്യൻ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിന് പല പ്രതിഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ആ പ്രതിഫലങ്ങളെല്ലാം നീയത്ത് കരുതണം എന്നില്ല ആ പ്രതിഫലം കിട്ടാൻ. അവൻ നോമ്പെടുത്താൽ ഇൻഷാ അല്ലാഹ് അവൻ ആ പ്രതിഫലമൊക്കെ ലഭിക്കും. പക്ഷേ അവൻ ഈ പ്രതിഫലമൊക്കെ മനസ്സിൽ നീയത്ത് വെച്ചാൽ അതുകൊണ്ട് മറ്റൊരു പ്രതിഫലം വേറെ ലഭിക്കാനുണ്ട്. അതെന്താ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിൽ നീ വിശ്വസിക്കുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റയ്യാൻ എന്ന കവാടത്തിലൂടെ നിനക്ക് പ്രവേശിക്കാൻ പറ്റും നോമ്പുകാരൻ. നീ അത് മനസ്സിൽ പ്രത്യേകം ഉദ്ദേശിക്കുമ്പോൾ, നീ അത് ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും നോമ്പ് ധാരാളമായി നോറ്റ ഒരാൾക്ക് ഇൻഷാ അല്ലാഹ് പ്രതിഫലമുണ്ട്. നോമ്പുകാർക്കുള്ള പ്രതിഫലമാണത്. നീ റയ്യാൻ എന്ന കവാടമുണ്ട് എന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും നിനക്കത് നൽകപ്പെടും. ഒരാൾ അറിഞ്ഞിട്ടില്ല റയ്യാൻ എന്നൊരു കവാടമുണ്ട് എന്ന് അയാൾ അറിഞ്ഞില്ല, അയാൾക്കത് അറിയാൻ പറ്റും. പക്ഷെ അയാൾ ധാരാളം നോമ്പ് എടുത്തിട്ടുണ്ട് എങ്കിൽ പരലോകത്തെത്തിയാൽ അയാൾക്ക് റയ്യാൻ എന്ന കവാടമുണ്ട്. പക്ഷേ നീ അത് അറിയുകയും അത് വിശ്വസിക്കുകയും ചെയ്താൽ നിന്റെ വിശ്വാസത്തിന് പ്രതിഫലമുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുകയാണ്, അതിന് പ്രത്യേകം പ്രതിഫലമുണ്ട്. അപ്പോൾ ഇത്തരം ഫദായിലുകൾ, ശ്രേഷ്ഠതകൾ കേട്ടാൽ അത് പ്രത്യേകം വിശ്വസിക്കുന്നതിന് വേറെ തന്നെ പ്രതിഫലമുണ്ട്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ പ്രതിഫലം ചിന്തിക്കുന്നത് അമലുകൾ നന്നാക്കാൻ സഹായിക്കുന്നതാണ്. രണ്ട് ഉപകാരം പ്രധാനമായതിനാണ്. ഇങ്ങനെ ഒരു പ്രതിഫലം നമ്മൾ പ്രത്യേകം മനസ്സിൽ നിയത്ത് ചെയ്ത് ചെയ്യുമ്പോൾ അതിന് അമൽ നന്നാക്കുക എന്നതിന് അത് സഹായിക്കുന്നതാണ്. അപ്പോൾ ധാരാളം പ്രതിഫലം നോമ്പിനുണ്ട്. മൻ സാമ ഈമാനൻ വഹ്തിസാബ് മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അവന് മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. റയ്യാൻ എന്ന കവാടമുണ്ട്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാനിൽ ഒരാൾ നിസ്കരിച്ചാൽ, ഈമാനും ഇഹ്തിസാബോടുകൂടി നിസ്കരിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു കൊടുക്കും. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദ്റിൽ ഒരാൾ ഈമാനോട് ഇഹ്തിസാബോടെ നിസ്കരിച്ചാൽ അത് പ്രതിഫലം നൽകും. മാത്രമല്ല, ഈ പ്രതിഫലങ്ങൾ മനസ്സിൽ ഓർമ്മിപ്പിക്കുന്നത് നോമ്പ് കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ സംഭവിച്ചേക്കാവുന്ന മടിയും അലസതയും ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ്. മനുഷ്യന് പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ അമൽ ചെയ്യാനുള്ള പ്രോത്സാഹനവും പ്രേരണയും അതുകൊണ്ട് ലഭിക്കുന്നതാണ്. നോമ്പിൻ്റെ മറ്റൊരു പാഠം, നോമ്പ് സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തെ തസ്കിയത്ത് നടത്തുന്നതിനു വേണ്ടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ലക്ഷ്യം നമ്മൾ തിരിച്ചറിഞ്ഞ, നേരത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിനു വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദര, നോമ്പ് കൊണ്ട് ഉപേക്ഷിക്കേണ്ടത്, നോമ്പ് അല്ലേ, നോമ്പിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, ഭാര്യയുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. എന്നാൽ സഹോദരങ്ങളെ, ഇതെല്ലാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥ ലക്ഷ്യം എന്താണ്? എന്തിനാ ഭക്ഷണം വരെ ഉപേക്ഷിപ്പിക്കുന്നത്, വെള്ളം ഉപേക്ഷിപ്പിക്കുന്നു, നിനക്ക് അനുവദനീയമായ ഭാര്യ ഉപേക്ഷിപ്പിക്കുന്നു? ഇതൊക്കെ അള്ളാഹ് നിനക്ക് അനുവദിച്ചതാണ്. നിൻ്റെ ഭക്ഷണം നിൻ്റെ പൈസ കൊടുത്ത് വാങ്ങിച്ച ഹലാലായ നിനക്ക് അനുവദനീയമായ ഭക്ഷണം, നിനക്ക് വിശപ്പുണ്ടായിട്ടും നീ അത് കഴിക്കാതെ പിടിച്ചു നിൽക്കാൻ, നിനക്ക് ദാഹമുണ്ടായിട്ടും നീ കുടിക്കാതെ മാറി നിൽക്കാൻ, നിനക്ക് ഭാര്യയോട് ആഗ്രഹമുണ്ടായിട്ടും നീ അവളെ സമീപിക്കാതിരിക്കുകയാണ്. ഇതൊക്കെ അള്ളാഹു നിനക്ക് ഹലാലാക്കി തന്ന കാര്യമായിരുന്നു. ബാക്കി 11 മാസവും നീ ഇതൊക്കെ നിനക്ക് ഹലാലാണ്. ഈ ഹലാലായ കാര്യം വരെ നിനക്ക് ആഗ്രഹമുണ്ടായിട്ട് വരെ നീ അതിൽ നിന്ന് സ്വന്തത്തെ നിയന്ത്രിച്ച് നിർത്തുന്നു എങ്കിൽ, ഈ ഒരു റമദാനിൽ മാത്രമല്ല 12 മാസത്തിലും നിനക്ക് ഹറാമായ കാര്യം നീ എന്തുകൊണ്ട് മാറിക്കുന്നില്ല? ഹറാമായ കാര്യം അതിൽ നിന്ന് നിന്നെ സ്വന്തം നിയന്ത്രിക്കാനുള്ള പരിശീലനമാണ് ഹലാലുകളിൽ നിന്ന് തന്നെ നിയന്ത്രിച്ചുകൊണ്ട് അള്ളാഹു നിനക്ക് നൽകുന്നത്. ഖേദകരം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഹലാലായ ഈ കാര്യം നോമ്പ് സൂക്ഷിക്കാന്ന് പറഞ്ഞിട്ട് അത് ശ്രദ്ധിക്കേണ്ട തന്നെയാണ്. എന്നിട്ട് കാണാൻ പല ഹറാമായ കാര്യങ്ങളും മുഴുകുന്നതാണ് നോമ്പിൻ്റെ സമയത്ത്. പണ്ഡിതന്മാരിൽ ചിലരുടെ അഭിപ്രായം, ഇബ്നു ഹസ്ം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, പിന്നെ നോമ്പുകാരൻ അവൻ
ഭക്ഷണം ഉപേക്ഷിക്കുന്ന, അദ്ദേഹം പറഞ്ഞു ഭക്ഷണം ഉപേക്ഷിച്ചാൽ നോമ്പ് മുറിയും എന്നതിനേക്കാൾ ശക്തമായ തെളിവ് നോമ്പുകാരൻ ഹറാമ് ചെയ്താൽ ഉണ്ടാകും എന്നതിനുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അഭിപ്രായം ശരിയാണോ അല്ലേ എന്നുള്ളതല്ല, അഭിപ്രായം ശരിയല്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണ്. അദ്ദേഹം പറഞ്ഞു ഹറാമായ കാര്യം ചെയ്താൽ, മഅസിയത്ത് ചെയ്ത് തിന്മ ചെയ്താൽ നോമ്പ് മുറിയും. അതിന് അദ്ദേഹം പറഞ്ഞു തിന്നാലും കുടിച്ചാലും നോമ്പ് മുറിയുന്നു എന്നതിനുള്ള തെളിവിനേക്കാൾ വലിയ തെളിവ് അതിലുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അതിന് അഭിപ്രായം ശരിയല്ല. പക്ഷേ ഞാൻ പറഞ്ഞ സഹോദര, നോമ്പുകാരൻ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതുപോലെ തുല്യമായ ഗൗരവമുള്ള കാര്യം തന്നെയാണ് എന്ത്? തിന്മകളിൽ നിന്ന് മാറി നിൽക്കാന്നുള്ളത്. നിന്റെ ജീവിതത്തെ ഹറാമുകളിൽ നിന്ന് നിയന്ത്രിക്കാൻ നിനക്ക് സാധിക്കുക എന്നുള്ളത്. അതിനുള്ള പരിശീലനമാണ് നോമ്പിലൂടെ അള്ളാഹു നൽകുന്നത്. മറ്റ് മാസങ്ങളിലൊക്കെ നിനക്ക് അനുവദിച്ച ഒരു കാര്യം അള്ളാഹ് ഹറാമാക്കണം ഈ സമയത്ത് മാത്രം. ഇന്ന് അൽഹംദുലില്ലാഹ് നമുക്ക് പലപ്പോഴും ഈ കാറ്റും ഏസിയും ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നോമ്പിൻ്റെ പ്രയാസം നമുക്ക് അറിയുന്നില്ല. പണ്ട് കാലത്ത് ആളുകൾക്ക് അല്ലെങ്കിലേ പട്ടിണിയാണ്, ഒരു കഞ്ഞിയാണ് ഉണ്ടാവുക. അതിൻ്റെ ഒപ്പം വീട്ടിലാട്ടെ ചൂടാണെങ്കിൽ ചൂട്. നോക്കൂ, റമദാൻ മാസം അതുപോലും പണ്ഡിതന്മാർ പറഞ്ഞു, ഈ നസാറാക്കൾ അവർക്ക് റമദാൻ നിർബന്ധമാക്കപ്പെട്ടിരുന്നു. പക്ഷെ അവരിത് സൂര്യമാസത്തിലേക്ക് മാറ്റി. അത് തന്നെ അവർ മാസം ഏത് മാസം നിശ്ചയിച്ചത്? തണുപ്പുകാലം വെച്ചു. എന്തിനു വേണ്ടി? നോമ്പ് എളുപ്പത്തിൽ നോക്കാൻ വേണ്ടി അവർ സൂര്യമാസത്തിലേക്ക് മാറ്റി. പക്ഷെ അള്ളാഹു നിശ്ചയിച്ചത് ഹിജ്റ മാസമാണ്. എന്താ ഹിജ്റ മാസത്തിൽ റമദാൻ വെച്ചാലുള്ള എന്താ കാരണം? ഇത് എല്ലാ കാലാവസ്ഥയിലും റൗണ്ട് അടിച്ചു വരും. വേനൽക്കാലത്തും അതുപോലെ തന്നെ തണുപ്പ് കാലത്തും മഴക്കാലത്തും എല്ലാ കാലഘട്ടത്തിലൂടെയും റമദാൻ കടന്നു വരും. കുറച്ചു കാലം മുന്നൊക്കെ നമ്മൾ വേനലിലായിരുന്നു നോമ്പെടുത്തത്, ഇപ്പോൾ ഏത് തണുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിത കാലഘട്ടത്തിൽ അവൻ എല്ലാ കാലാവസ്ഥകളും നോമ്പെടുക്കുന്നുണ്ട്. സുദീർഘമായ പകൽ നോമ്പെടുക്കുന്നുണ്ട്. ഇത്രയും സമയം അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം നിനക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു എങ്കിൽ ഇതുകൊണ്ട് നിനക്ക് ഹറാമിൽ നിന്ന് സ്വയം നിയന്ത്രിച്ചുകൂടാ. അതിനുള്ള പരിശീലനമാണ് റമദാനിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളോട് എന്തു പറഞ്ഞത്? യാ മഅശറ ശബാബി മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ്. അല്ലേ യുവാക്കളെ, നിങ്ങൾ വിവാഹം കഴിക്കാൻ സാധിക്കുന്നവർ വിവാഹം കഴിക്കട്ടെ. ഫഇന്നഹു ലഹു വിജാ, അത് അവന് ഒരു കടിഞ്ഞാണായി പ്രവർത്തിക്കുന്നതാണ്. നോമ്പ് സാന്ദർഭികമായി പറയട്ടെ, ഇന്ന് യുവാക്കൾ വിവാഹം കഴിക്കാൻ അവരോട് ധാരാളമായി പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന ഭാഗം അവിടെ നിൽക്കട്ടെ. വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇന്ന് പലപ്പോഴും ആധുനികർ പറഞ്ഞു കൊടുക്കുന്ന പരിഹാരം എന്താ പരിഹാരം? ഒന്നില്ലെങ്കിൽ പറഞ്ഞു സ്വയംഭോഗം ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോശത്തരങ്ങളിൽ ഏർപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. വിവാഹം കഴിക്കാൻ ആർക്ക് പറ്റുന്നില്ലേ ദുആ ചെയ്യുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകിയ കാര്യമാണ് വിവാഹത്തിൻ്റെ കാര്യം. അവിടെ വിവാഹം കഴിക്കാൻ പറ്റില്ല, അള്ളാഹുവോട് ദുആ ചെയ്യുക, എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ട്. യുവാക്കൾ, ചെറിയ മക്കൾ, കുട്ടികൾ വിവാഹം കഴിക്കണം. സാധിക്കാവുന്നത്ര നേരത്തെ വിവാഹം കഴിക്കണം. കാരണം ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സഹായിക്കുന്ന വലിയ വഴികളിലൊന്നാണ് വിവാഹമെന്ന്. അത് നിസ്സാരമായ കാര്യമല്ല. അത് സാധിക്കുന്ന രക്ഷിതാക്കളിൽ സഹായിച്ചു കൊടുക്കണം. മോന് കല്യാണം കഴിക്കാൻ പറ്റില്ല, അത് വേറെ വിഷയം മാറിപ്പോവല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യുവാക്കളെ നിങ്ങൾക്ക് സാധിക്കുമെന്ന് വിവാഹം കഴിക്കണം. കഴിയില്ലെങ്കിലോ ഫഅലൈഹി ബിസ്സൗം ഫമൻ ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം. ഒരാൾക്ക് അത് കഴിയുന്നില്ലെങ്കിൽ അവൻ നോമ്പെടുക്കട്ടെ. കാരണം എന്താ? ഫഇന്നഹു ലഹു വിജാ, അത് അവനൊരു കടിഞ്ഞാണായിരിക്കും. നോമ്പ് വ്യഭിചാരത്തിലേക്ക് പോകാതെ തടുത്തു നിർത്താനുള്ള വഴികളിലൊന്നായി അള്ളാഹു പഠിപ്പിച്ചെന്ന കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യം. എന്നിരിക്കെ ഒരുത്തൻ നോമ്പുകാരനായിരിക്കെ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവന് സാധിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ചില ആളുകൾ, അള്ളാഹ് കാത്തുരക്ഷിക്കുമാറായിട്ട്, ചില ആളുകൾ ചെയ്യുന്ന പോലെ റമദാൻ മാസം 30 വരെ അവനങ്ങ് കാത്തിക്കണം. എന്തിനു വേണ്ടി? 30 അവസാനിച്ചാൽ സിനിമക്ക് പോകണം, 30 അവസാനിച്ചാൽ മറ്റേത് കാണണം, അതിനുവേണ്ടി കാത്തിക്കണം. ചില പണ്ഡിതന്മാർ പറഞ്ഞു അവൻ്റെ അവസ്ഥ വലിയ ജയിലിലിട്ട ആളെ പോലെയാണ്. അവന് തുറക്കാൻ കാത്തിക്കണം. റമദാൻ അവന് വല്ല ജയിൽ പോലെയായിരിക്കുന്നു. അങ്ങനെ ആകരുത്. നിന്നെ നന്നാക്കുന്നതിലൂടെ അള്ളാഹു ഈ ഇബാദത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. എത്ര സങ്കടകരമായ കാര്യം! 30 ദിവസം ഒരുത്തൻ നോമ്പെടുക്കുക,
31-ാമത്തെ ദിവസം പോയിട്ട് സിനിമാ തിയേറ്ററിൻ്റെ അവിടെ പോയി നിൽക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിനാ പിന്നെ നീ നോമ്പ് വെച്ചത്? എന്തിനാ നീ ഇബാദത്ത് ചെയ്തത്? എന്തിനാണ് നിനക്ക് അള്ളാഹു ഇത്രയും ദിവസം നീ അള്ളാഹ് അനുവദിച്ച കാര്യം വരെ നോമ്പിൻ്റെ പകലിൽ അള്ളാഹുവിന് വേണ്ടി നീ ഉപേക്ഷിച്ചു? മറ്റു സമയങ്ങൾ അള്ളാഹു അനുവദിച്ച കാര്യം നോമ്പ് കഴിഞ്ഞ ഉടനെ നീ ഇതിലേക്ക് പോകും. പിന്നെ എന്താ നിനക്ക് റമദാൻ കൊണ്ടുണ്ടായ മാറ്റം എന്താ? സഹോദര, റമദാൻ തസ്കിയത്തുൻ നഫ്സ് എന്ന കാര്യം, നമ്മുടെ ജീവിതത്തെ വിശുദ്ധി ഉള്ളതാക്കുക എന്ന കാര്യം റമദാൻ പഠിപ്പിക്കുന്ന പാഠങ്ങളിലൊന്ന്. അതുപോലെ തന്നെ റമദാനിലെ നോമ്പ് പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം സഹോദരങ്ങളെ ഇസ്ലാമികമായ സാഹോദര്യം എന്നതാണ്, ഇസ്ലാമിൻ്റെ പേരിലുള്ള ബന്ധം എന്നതാണ്. അത് റമദാനിൻ്റെ പാഠങ്ങളിൽപ്പെട്ടതാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നോമ്പിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അസ്സൗമു യൗമ യസൂമുന്നാസ് വൽ ഫിത്റു യൗമ യുഫ്തറുന്നാസ്. അല്ലെങ്കിൽ മറ്റു ചില ഹദീസുകൾ പോലെ അസ്സൗമു യൗമ തസൂമൂൻ വൽ ഫിത്റു യൗമ തുഫ്തിറൂൻ വൽ അദ്ഹ യൗമ തുദഹൂൻ. നോമ്പ് നിങ്ങളെല്ലാവരും നോമ്പ് നോൽക്കുന്ന ദിവസമാണ്. പെരുന്നാൾ നിങ്ങളെല്ലാവരും പെരുന്നാളാക്കുന്ന ദിവസമാണ്. ബലി പെരുന്നാൾ നിങ്ങളെല്ലാവരുടെയും ബലി പെരുന്നാളിൻ്റെ ദിവസമാണ്. അതൊരു സാമൂഹികമായ ഇബാദത്താണ്, ഇസ്ലാമിക സാഹോദര്യത്തിൻ്റെ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ചിലർക്ക് അഭിപ്രായം ഉണ്ടായത്. ചില ആളുകൾ പറഞ്ഞു ഒരു സ്ഥലത്ത് മാസപ്പിറവിയുണ്ട്, ലോകത്ത് എല്ലായിടത്തും നോമ്പെടുക്കണം എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ഐക്യത്തെയും സാഹോദര്യത്തെയും നിലനിർത്തുക എന്ന ഉദ്ദേശത്തിലാണ്. അപ്പോൾ നോമ്പ് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, ഓരോ നാട്ടിലും അവിടെയുള്ള ജനങ്ങൾ ഏതു വിധത്തിലാണോ റമദാൻ ആരംഭിക്കുന്നത്, റമദാൻ അവസാനിപ്പിക്കുന്നത്, അതിനോടൊപ്പം നിൽക്കുക, ഭിന്നിപ്പുണ്ടാക്കരുത്. അവിടെ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കരുത്. മുസ്ലിമീങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന അവരുടെ ഷാറുകളിൽപ്പെട്ട കാര്യമാണിത്, പൊതു അടയാളങ്ങളിൽപ്പെട്ടതാണിത്. ഇപ്പോൾ ഓരോ നാട്ടിലും, ഇപ്പോൾ ഒരു നാട്ടിൽ നീ പോയൊരു നാട്ടിൽ അവിടെ ലോകത്ത് എവിടെയെങ്കിലും മാസപ്പിറവി കണ്ട അവിടെ നോമ്പ് ആരംഭിക്കും, നീ അവരോടൊപ്പം നിൽക്കുക. ആ നാട്ടുകാരുടെ അവസ്ഥ എന്താണോ അതിനോടൊപ്പം നിൽക്കുക. വേറൊരു നാട്ടിൽ, ആ നാട്ടിൽ അവരവരുടെ നാട്ടിൽ കണ്ടാലേ അവർ സ്വീകരിക്കുള്ളൂ, എങ്കിൽ അവരോടൊപ്പം നിൽക്കുക. ജനങ്ങളോട് ഈ വിഷയത്തിൽ നീ എതിരാകരുത്. നിന്റെ അഭിപ്രായം എന്താകട്ടെ, ലോകത്ത് എവിടെ കണ്ടാലും മാസപ്പിറവി എടുക്കണം എന്ന് നീ അഭിപ്രായം ഉണ്ടെങ്കിലും, നിന്റെ നാട്ടിൽ കാണണമെന്ന അഭിപ്രായം നിനക്കുണ്ടെങ്കിലും, ഏത് അഭിപ്രായമായിട്ട് ജനങ്ങളോട് എതിരാകരുത്. എന്തിനധികം ഉലമാക്കളിൽ ചിലർ പറഞ്ഞു, ഒരു മനുഷ്യൻ, ബുത്തൈമിയുടെ അഭിപ്രായം അതാണ് റഹിമഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, ഒരുത്തൻ സ്വയം മാസപ്പിറവി കണ്ടു. അവൻ ഖാലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഖാലി അവൻ്റെ മാസപ്പിറവി സ്വീകരിച്ചില്ല, എന്തെങ്കിലും കാരണം കൊണ്ട്. അദ്ദേഹം പറഞ്ഞു, ഖാലിക്ക് അവനോട് വ്യക്തിവിരോധമുണ്ട്, അതുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് വിചാരിക്കാം. ഖാലിക്ക് അവനെ ഇഷ്ടമല്ല, അതുകൊണ്ട് സ്വീകരിച്ചില്ല. അവൻ സത്യസന്ധനല്ല എന്നുള്ള ഒരു കാരണമല്ല, അവനെ പറ്റൂല, അതുകൊണ്ട് സ്വീകരിച്ചില്ല. എങ്കിൽ പോലും ഖാലി പറഞ്ഞാലേ നാട്ടുകാരൊക്കെ നോമ്പെടുക്കുള്ളൂ. അതുകൊണ്ട് അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കപ്പെടാത്തതിനാൽ അടുത്ത ദിവസം റമദാൻ ആയിട്ടില്ലെങ്കിൽ അവൻ ഒറ്റക്ക് നോമ്പെടുക്കരുത്. ബുത്തൈമിയുടെ അഭിപ്രായം റഹിമഹുല്ലാഹ്. അല്ലാഹു അലം, ആ അഭിപ്രായം വളരെ പ്രബലമായ ശരിയായ അഭിപ്രായം പറ്റാൻ മനസ്സിലായി. ഒരാൾ സ്വയം കണ്ടാൽ, ബാക്കി മദ്ഹബിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം അവന് ഒറ്റക്ക് നോമ്പെടുക്കാന്നാണ്. ബഹുഭൂരിപക്ഷം മദ്ഹബിൽ പല പണ്ഡിതന്മാരുടെ അഭിപ്രായം അവന് ഒറ്റക്ക് നോമ്പെടുക്കാം, നാട്ടുകാരോട് പറയാൻ പാടില്ല, അവൻ ഒറ്റക്ക് നോമ്പെടുക്കാം. എന്നാൽ ചിലരുടെ അഭിപ്രായം അവൻ തന്നെ നോമ്പെടുക്കരുതെന്നാണ്. എന്തുകൊണ്ട്? അവൻ ജനങ്ങളൊപ്പം നിൽക്കണം. എത്ര സമാധാനമുള്ള കാര്യമാണത്, എത്ര റാഹത്തുള്ള കാര്യം. പലപ്പോഴും ദുഃഖകരമായ കാര്യം, ആളുകൾ ചിലർ ലോകത്ത് എവിടെയെങ്കിലും മാസപ്പിറവി കണ്ടാൽ അത് ഇവിടെ സ്വീകരിക്കണം എന്ന് പറയും, അല്ലെങ്കിൽ വേറെ രണ്ടാമത്തെ അഭിപ്രായം പറയും. എന്നിട്ട് പറയും ഇതുകൊണ്ട് മുസ്ലിങ്ങൾക്കിടെ ഐക്യണ്ടാവും. എന്നിട്ട് എന്താ ശരിക്കും ഉണ്ടാവുന്നത്? പലപ്പോഴും ഉണ്ടാവാറുള്ളത് കടുത്ത ഭിന്നിപ്പുണ്ടാവും ആൾക്കാരുടെ ഇടയിൽ. നാട്ടിലുള്ള അഭിപ്രായത്തിന് വിരുദ്ധമായി നിന്ന് കഴിഞ്ഞാൽ, ലോകത്തുള്ള സൗദി അറേബ്യനായിട്ട് നമ്മൾ ഐക്യപ്പെടണം, അമേരിക്കനായിട്ട് ഐക്യപ്പെടണം എന്ന് പറഞ്ഞിട്ട് അവനവൻ്റെ മഹലിൽ ഐക്യമില്ലെങ്കിൽ സൗദി അറേബ്യയിലുള്ള ആൾക്കാർ നിൻ്റെ ഐക്യത്തെക്കുറിച്ച് അറിയുന്നുണ്ടോ?
അതേപോലെ വേറെ ഏതെങ്കിലും നാട്ടിലുള്ള ആൾക്കാർ നീ ഇവിടെ നോമ്പെടുത്താലും ഇല്ലെങ്കിൽ അവരിത് അറിയുന്നുണ്ടോ? നിന്റെ നാട്ടിലുള്ള ആൾക്കാരല്ലേ ഇത് അറിയുന്നത്. അവരായിട്ട് നിനക്ക് ഐക്യമില്ലാതെ ലോകത്തിലെ ബാക്കി മുസ്ലിങ്ങളായിട്ട് ഐക്യപ്പെടുക എന്നുള്ളത് എന്ത് ബുദ്ധിയാണ് അതിലുള്ളത്? അതുകൊണ്ടാണ് പണ്ട് ഈ അഭിപ്രായം പറഞ്ഞ ചില ഉലമാക്കൾ തന്നെ, അതായത് ലോകത്ത് എവിടെയെങ്കിലും കണ്ടാൽ മാസപ്പുറം സ്വീകരിക്കാമെന്ന് പറഞ്ഞ ചില ആളുകൾ തന്നെ പിൽക്കാലഘട്ടത്തിൽ പറഞ്ഞ ഈ മസ്അല കൊണ്ട് ഉണ്ടായത് ഐക്യത്തെക്കാൾ വലിയ ഭിന്നിപ്പുകളാണ്, ആൾക്കാർക്കിടയിൽ കൂടുതൽ പ്രശ്നമാവാൻ ചെയ്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പലപ്പോഴും ഖേദകരമായൊരു കാര്യം, ശൈത്താൻ മനുഷ്യരുടെ ഇബാദത്തുകൾ നശിപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ. ഈ തർക്കം എപ്പോഴാണ് ഉണ്ടാവുക? എപ്പോഴും തർക്കം ഉണ്ടാവുക? വർഷത്തിൽ ഏറ്റവും നല്ല സമയത്ത് ഈ തർക്കം ഉണ്ടാവും. ഏതാ ഏറ്റവും നല്ല സമയം? ഒന്ന് റമദാനിൽ. റമദാൻ തുടങ്ങുമ്പോഴാണ് മനുഷ്യന്മാർ കുറച്ചെങ്കിലും ഒരു ഇബാദത്ത് ചെയ്യുക. കാരണം എന്താ? റമദാൻ്റെ ആരംഭമാണ്, അതുകൊണ്ട് കുറച്ച് ആവേശത്തിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഈ തർക്കം ഒരു 10 ആവുമ്പോഴത്തേക്ക് ഈ തർക്കം അവസാനിക്കും. പിന്നെ ഇത് എപ്പോഴാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക? അവസാനത്തെ 10. അത് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ച് ഇബാദത്തിന് മാറിയിരിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അപ്പോൾ വീണ്ടും തർക്കം. പിന്നെ ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യപ്പോഴാണ് ദുൽഹിജ്ജ ആയിക്കഴിഞ്ഞാൽ. അതാകട്ടെ വർഷത്തിൽ ഏറ്റവും നല്ല പകൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സമയമാണ്. നോക്കൂ, മനുഷ്യൻ്റെ ഇബാദത്തിൽ അവൻ മുഴുകിയിരിക്കേണ്ട സമയം മുഴുവൻ തർക്കത്തിലാണ്. നിനക്ക് ഈ അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ നീ നിന്റെ കാര്യമായിട്ട് നോക്കിയിട്ട് നീ ഒറ്റയ്ക്ക് ചെയ്തോ? നാട്ടുകാരെ ഷുഗറിലാക്കുന്ന എന്തിനാണ്? എന്നിട്ട് വാട്സപ്പിൽ ഇരിക്കുക. അവനവൻ്റെ ഇബാദത്ത് നശിപ്പിക്കരുത്, മറ്റുള്ളവരെ ഇബാദത്ത് നശിപ്പിക്കരുത്. റമദാൻ ആയിക്കഴിഞ്ഞാൽ സാധിക്കുമെങ്കിൽ ഈ ഗ്രൂപ്പ് ഇതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. അവനവനെ നന്നാക്കാൻ വേണ്ടിയിരിക്കുക. നാട്ടുകാർക്ക് ഹൈറുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കുക. ഈ തർക്കത്തിലും പ്രശ്നത്തിലും ആവരുത്. റമദാൻ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന മാസങ്ങളിലൊന്നാണ്. ആ മാസത്തിൽ തന്നെ എന്ത് ചെയ്യരുത്? ഈ തർക്കത്തിനും പ്രശ്നങ്ങൾക്കും നിൽക്കരുത്. റമദാൻ സഹോദരങ്ങളെ പല നിലക്കും ഇസ്ലാമികമായ സാഹോദര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ പലരും നോമ്പറക്കാൻ ആൾക്കാരെ വിളിക്കും, അതിന് വലിയ പ്രതിഫലവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ല അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി അസ്സായിമി ഷൈഅൻ. ഒരാൾ മറ്റൊരാളെ നോമ്പ് തുറപ്പിച്ചാൽ അവന്, ആരെയാണോ നോമ്പ് തുറപ്പിച്ചത് അവൻ്റെ പ്രതിഫലത്തിന് തുല്യമായത് ലഭിക്കും. നോമ്പുകാരൻ്റെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും കുറയുകയുമില്ല. അപ്പോൾ ആരും അവനവൻ്റെ ഈത്തപ്പഴം തന്നെ തിന്നുള്ളൂ, വേറൊരുത്തന് എന്തായാലും കൊടുക്കൂല എന്ന് വിചാരിക്കേണ്ട. ഒരുത്തൻ്റെ ഈത്തപ്പഴം കൊണ്ട് നീ നോമ്പ് തുറന്നാൽ നിന്റെ നോമ്പിൻ്റെ പ്രതിഫലം ഒന്നും കുറയുകയില്ല. നിന്റെ നോമ്പിൻ്റെ പ്രതിഫലം അതുപോലെ നിനക്ക് യാതൊന്നും കുറയാതെ അവന് ലഭിക്കും. നോക്കി എത്ര അള്ളാഹുവിൻ്റെ ഫദ്ല് എത്ര വലുതാണെന്ന് നോക്കൂ നിങ്ങൾ. രണ്ടാൾക്കും കുറയില്ല, അവനും കിട്ടും അവനും കിട്ടും. നോമ്പ് തുറപ്പിക്കാൻ നമ്മൾ പലപ്പോഴും ആൾക്കാരെ വിളിക്കും. പക്ഷെ ചില ആൾക്കാരെങ്കിലും അതിന് ശ്രദ്ധിക്കാത്തൊരു കാര്യം, നോമ്പർക്ക് വിളിച്ചിട്ട് എപ്പോഴാണ് വിളിക്കുക? മരുവിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് വരാൻ പറയും, നല്ല ഫുഡുണ്ട് എന്ന് പറയും. അതിൽ ഇൻഷാ അല്ലാഹ് ഭക്ഷണം കൊടുത്ത പ്രതിഫലമുണ്ട്, പക്ഷെ നോമ്പ് ഉറപ്പിച്ച പ്രതിഫലം അതിൽ കിട്ടില്ല. നോമ്പ് ഉറപ്പിച്ച പ്രതിഫലം കിട്ടി നോമ്പ് തുറക്കുന്ന ഭക്ഷണം കൊടുക്കണം പിന്നെയുള്ള ഭക്ഷണത്തെക്കാൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുറക്ക് മാത്രമല്ല അത്താഴത്തിനും ആളെ വിളിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരിക്കൽ ഇർബാദ് ഇബ്നു സാരിയ അദ്ദേഹം പറയും, ദഅാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല സഹൂർ ഫി റമദാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അത്താഴത്തിന് ഒരിക്കൽ ക്ഷണിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഹലുമ്മ ഇലൽ ഗദാഇൽ മുബാറക്, ബറക്കത്തുള്ള പ്രഭാത ഭക്ഷണത്തിലേക്ക് സ്വാഗതം. അത്താഴത്തിന് ഒരാളെ വിളിച്ച് അത്താഴം കൊടുക്കുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സുന്നത്തുകളിൽപ്പെട്ടതാണ്. നോക്കൂ സഹോദര, ഈ അർത്ഥത്തിൽ റമദാൻ മാസം മുസ്ലിങ്ങൾക്കിടയിലുള്ള സാഹോദര്യവും ബന്ധവും ഊട്ടിയുറപ്പിക്കുന്ന സമയം. അത് അവസാനിച്ചാലോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാം കൊണ്ടുള്ള ഇസ്സത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇവിടെ എത്രയോ ആദർശങ്ങളുടെയും മതവിശ്വാസങ്ങളുടെയും ആഘോഷങ്ങളുണ്ട്. പല ആഘോഷങ്ങൾക്കും ഒരാൾ ആഘോഷിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ള ആൾക്കാരെ വഴിമുടങ്ങും, അല്ലെങ്കിൽ വേറുള്ള ആൾക്കാരെ ചെവി പൊട്ടും, അല്ലെങ്കിൽ അവരെ രാത്രിക്കത്തെ ഉറക്കില്ലാതാവും, അല്ലെങ്കിൽ ഡാൻസും പാട്ടും അതിനുവേണ്ടി കുറേ പൈസ. എന്നാൽ ഇസ്ലാമിലെ 2 ആഘോഷം, ഒന്ന് ഈദുൽ ഫിത്റാണ്, 2 ഈദുൽ അദ്ഹയാണ്. ഈദുൽ ഫിത്റിൻ്റെ മര്യാദ എന്താ? സക്കാത്തുൽ ഫിത്റാണ്. നോക്കൂ, ഒരു ആഘോഷം കൊണ്ട് ജനങ്ങൾക്ക് ലഭിക്കുന്ന ഖൈർ നോക്കൂ. ഇത്ര മനോഹരമായിട്ടാണ് അള്ളാഹ് നമ്മളെ ദീന് ക്രമീകരിച്ചതെന്ന് നോക്കൂ.
ഒരാളെ മുന്നിൽ പറയാൻ ഇത്ര അഭിമാനമുള്ള ആഘോഷമെന്ന് പറഞ്ഞാൽ പൊതുവെ ജനങ്ങളുടെ ഇടയിൽ ഏത് ചിന്താഗതിക്കാരുടെ ആഘോഷം എങ്ങനെ? കുറേ തുള്ളും, കുറേ ഡാൻസ്, കുറേ പാട്ട്, കുറേ ചെണ്ട കൊട്ടും. ഇസ്ലാം പഠിപ്പിച്ചു നോക്കി എത്ര മര്യാദയുണ്ട് സക്കാത്തുൽ ഫിത്ർ. ആ ദിവസത്തിൽ മനുഷ്യൻ പട്ടിണി കിടക്കരുത്. അപ്പോൾ നിൻ്റെ കയ്യിൽ നോക്കൂ, നിനക്ക് വലിയ സമ്പത്തുണ്ടാകണമെന്ന് പോലും നിബന്ധനയില്ല. എന്താ ഉള്ളത്? നീ കഴിച്ചിട്ട് നിൻ്റെ വീട്ടിൽ നിനക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ സക്കാത്തുൽ ഫിത്ർ കൊടുക്കണം. നീ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ നിനക്കും നിൻ്റെ വീട്ടുകാർക്കും ആവശ്യമുള്ളത് കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടോ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. എത്ര നല്ല അദബാണ് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടത് എന്ന് നോക്കൂ. അതോടൊപ്പം റമദാൻ മാസം മൊത്തത്തിൽ നോമ്പ് സഹോദരങ്ങളെ, പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ പ്രയാസങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സമയം കൂടിയാണ്. ഇന്ന് അൽഹംദുലില്ലാ പലപ്പോഴും സമ്പത്തും ധന്യതയും ഒക്കെ ഉണ്ട്, എന്നാലും പട്ടിണി കിടക്കുന്ന ആൾക്കാർ പല നാടുകളിലുണ്ട്. ചിലപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അവരുടെ പ്രയാസത്തെ ഓർമ്മപ്പെടുത്തുക എന്നതുകൂടി റമദാനിൽ നോമ്പിലൂടെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ വിശക്കുന്ന സമയത്ത് വിശപ്പറിയാത്ത ആളുകൾ വിശപ്പ് പഠിക്കണം. അത് നോമ്പിൻ്റെ പാഠങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. നോമ്പ് നൽകുന്ന മറ്റൊരു പാഠം മുശ്രിക്കീങ്ങളോട്, അതുപോലെ അഹ്ലുൽ കിതാബുകാരോട്, കുഫാറുകളോട് എതിരാകുക എന്നതാണ്. അത് ദീനിൻ്റെ അസ്ലുകളിൽപ്പെട്ടതാണ്, അടിത്തറയിൽപ്പെട്ട കാര്യം. ഇസ്ലാമിന് ഇസ്ലാമിൻ്റെ വേഷവിധാനവും ഇസ്ലാമിൻ്റെ സ്വഭാവവും ഇസ്ലാമിൻ്റെ മര്യാദയുമുണ്ട്. നോമ്പിൽ അത് പല വിധത്തിൽ പഠിപ്പിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അത്താഴത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഫസ്ലു മാ ബൈന സിയാമിനാ വസിയാമി അഹ്ലിൽ കിതാബി അക്ലത്തു സഹർ. നമുക്കും വേദക്കാരുടെയും നമ്മുടെയും വേദക്കാരുടെയും നോമ്പ് തമ്മിലുള്ള വ്യത്യാസം അത്താഴം കഴിക്കലാണ്. നോക്കൂ, ഇബാദത്ത് നമ്മളെ നോമ്പ് അവർക്കുണ്ട്, നമുക്കുണ്ട്. പക്ഷെ നമ്മളെ നോമ്പ് അവരൊപ്പം പോലെ അതിന് വേറിട്ട് നിൽക്കണം. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, മുശ്രിക്കീങ്ങളോട് എതിരാകുക എന്നത് പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട, ലക്ഷ്യം നിശ്ചയിക്കപ്പെട്ട ഇബാദത്താണ്, ഉദ്ദേശമുള്ള കാര്യമാണ്. ഒരു നാട്ടിൽ മുശ്രിക്കീങ്ങൾക്ക് പൊതുവായൊരു ശൈലി ഉണ്ടെങ്കിൽ ആ ശൈലിയിലേക്ക് നീ പോകരുത്. മുസ്ലിമീങ്ങൾക്ക് അവർ മുസ്ലിമാണ് എന്ന് വേർതിരിച്ചറിയപ്പെടുന്ന വിധത്തിലുള്ള പെരുമാറ്റവും മര്യാദയും സംസ്കാരവും വേഷവും വിധാനവും ഒക്കെ ഉണ്ടാകണം. അവരെല്ലാവരും പോലെ ആവരുത്. കണ്ടാൽ ഇവന് സലാം പറയണോ വേണ്ടേന്ന് സംശയം തോന്നുന്ന കോലത്തിലാവരുത്. നീ ഒരു മുസ്ലിമാണ് എന്ന് നിന്നെ കണ്ടാൽ തോന്നണം. അപ്പോൾ ഇത് അതിലെ വ്യത്യാസങ്ങളൊന്നാണ്. നോമ്പ് അവരുമായിട്ട് വേർതിരിയുന്ന മേഖലയിൽ ഒന്നാണ് അത്താഴം കഴിക്കാന്നാണ്. ഒന്ന് കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ യസാലുദ്ദീനു ളാഹിറൻ മാ അജ്ജലുൻ നാസൽ ഫിത്ർ. ദീൻ ഇസ്ലാം വിജയക്കൊടി പാറിച്ചുകൊണ്ടേയിരിക്കും. ഇസ്ലാം വിജയത്തിലായിക്കൊണ്ടേയിരിക്കുന്നതാണ്. മാ അജ്ജലുൻ നാസൽ ഫിത്ർ. ജനങ്ങൾ നോമ്പ് തുറ ധൃതി കൂട്ടുന്ന കാലത്തോളം. നോമ്പ് തുറ ധൃതി കൂട്ടുക എന്ന് പറഞ്ഞാൽ പ്രത്യേകം മനസ്സിലാക്കണം. ആൾക്കാർ ചിലപ്പോൾ തെറ്റി മനസ്സിലാക്കാനുള്ളത്. നോമ്പ് തുറ ധൃതി കൂട്ടുക എന്ന് പറഞ്ഞാൽ നോമ്പറക്കുള്ള സമയമാവുന്നതിന് മുൻപ് പോയിട്ട് എല്ലാവരെയും ധൃതി കൂട്ടുക, ചൂടാവലല്ല. നോമ്പിൻ്റെ സമയമായി എന്ന് അറിഞ്ഞാൽ നോമ്പറക്കുക, അത്രയേ ഉള്ളൂ. ചില ആൾക്കാർ ഇതിൻ്റെ വാക്കർത്ഥം വെച്ചിട്ട് എന്ത് ചെയ്യലുണ്ട്, വീട്ടിൽ അങ്ങനെ ചെയ്യേണ്ടില്ല. ഭക്ഷണം നോമ്പ് ബാങ്ക് കൊടുത്താൽ ഉണ്ട് ഭക്ഷണം കഴിക്കുക. അതാണ് ബാങ്ക് കൊടുത്താന്ന് ഞാൻ പറയാൻ കാരണം, ഇവിടെ പൊതുവെ അൽഹംദുലില്ലാ നോമ്പ് തുറക്കുള്ള സമയമായി കഴിഞ്ഞാൽ എന്താവും, അപ്പോഴാണ് ബാങ്ക് കൊടുക്കുന്നത്. ബാങ്ക് കൊടുത്താൽ നോമ്പ് തുറക്കുക. അതല്ല, ഇനി ഒരു സ്ഥലത്ത് ബാങ്ക് കേൾക്കാത്ത സ്ഥലമാണെങ്കിലോ നിനക്ക് സമയം അറിയുമെങ്കിൽ നോമ്പ് തുറക്കുക. ചില ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു നാട്ടിൽ നീ ചെന്നിരിക്കുന്ന സമയത്ത് ജനങ്ങൾ പൊതുവേ മനസ്സിലാക്കിയിട്ടുള്ളത് ബാങ്ക് കൊടുത്താൽ നോമ്പറക്കണം എന്നാണ്. അപ്പോൾ കുറേ ആൾക്കാരപ്പോൾ നീ നോമ്പറക്കാനിരിക്കുകയാണ്. അവരെല്ലാവരും മനസ്സിലാക്കുന്നത് ബാങ്ക് കൊടുത്താലാണ് സമയമാവുള്ളൂ എന്നാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നീ ചെന്നിട്ട് എന്ത് ചെയ്യരുത്, ബാങ്കൊന്നും കൊടുത്ത് സമയമായി ഖലാസ്, ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഒരിക്കലും ഒരു സുന്നത്ത് ആളുകളെ ഫിത്നയിലാക്കിക്കൊണ്ട് ചെയ്യരുത്. ജനങ്ങൾ ആകെ ഇഷ്കാലാവുക. ആൾക്കാർ അവസാനം ഇയാളെന്തപ്പോൾ നോമ്പ് പറഞ്ഞ് സമയത്തില്ലല്ലോ എന്നാണ് ആളുകൾ വിചാരിക്കുക. ആളുകളെ ഫിത്നയിലാക്കരുത്. ഒരു സുന്നത്ത് ചെയ്യുന്നതിൻ്റെ പേരിൽ നാട്ടുകാരൊന്നാകെ ഫിത്നയിലാവുന്ന അവസ്ഥയിലാകരുത്.
നാട്ടുകാരൊന്നാകെ നിൻ്റെ ദീൻ തന്നെ വേറെന്തോ ദീനാണെന്ന് വിചാരിക്കുന്ന അവസ്ഥ നീ എത്തിക്കരുത്. ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, നീ പറഞ്ഞു കൊടുക്കുക. എനിക്ക് അങ്ങനെ ഉദ്ദേശമുണ്ടെങ്കിൽ നീ പറഞ്ഞു കൊടുക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നോമ്പുറക്കാനുള്ള സമയം നോമ്പുറക്കണം, ബാങ്ക് കൊടുക്കുക എന്നുള്ളതല്ല അതിൻ്റെ അടയാളം. കൃത്യമായ സമയമായി സൂര്യാസ്തമിച്ച് നമുക്ക് ഉറപ്പായാൽ നമുക്ക് നോമ്പുറക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. മാത്രമല്ല സഹോദരങ്ങളെ, ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കുക, സൂര്യൻ അസ്തമിച്ചോ എന്ന് സംശയിക്കണം. അസ്തമിച്ചിരിക്കാനും സാധ്യതയുണ്ട്, അസ്തമിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് നോമ്പുറക്കാനോ വേണ്ടത്? നോമ്പുറക്കരുത്. കാരണം എന്താ? പകലുണ്ട് എന്നത് ഉറപ്പുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ പകലല്ലേ ഉള്ളത്? ഇപ്പോൾ പകലല്ല, നോമ്പുറക്കാൻ പോവുകയാണെങ്കിൽ നോമ്പുറക്കാൻ പോകുന്നൊരു മനുഷ്യൻ പകലിലാണുള്ളത്. അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഉറപ്പുള്ള കാര്യം പകലുണ്ട് എന്നുള്ളതാണ്. പകൽ പോയി എന്നത്, രാത്രി വന്നു എന്നത് അവന് ഉറപ്പ് വരുന്നത് വരെ നോമ്പുറക്കരുത്. പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ സമയം മനസ്സിലാവുക, കൃത്യമായിട്ട് മനസ്സിലാവും. സമയം ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് ചിലപ്പോൾ നല്ല ഉയരത്തിലുള്ള ആൾക്കാരാണെങ്കിൽ താഴെ നിൽക്കുന്ന ആൾക്കാരെ സമയമായിരിക്കില്ല, മുകളിൽ നിൽക്കുന്ന ആൾക്കാർ. ഈ ബുർജ് ഖലീഫയിലാണ് തോന്നുന്നു, എത്രയോ ഫ്ലാറ്റിൻ്റെ എണ്ണത്തിനനുസരിച്ച് 1 മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടെന്നാണ്. താഴത്ത് നിൽക്കുന്നവൻ നേരത്തെ നോമ്പ് തുറക്കും. ഏറ്റവും മുകളിലുള്ള 1 മിനിറ്റോ 2 മിനിറ്റോ ഇട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് എത്ര സമയം കൃത്യമായിട്ട് അറിയില്ല. 2-3 മിനിറ്റ് വ്യത്യാസമുണ്ട് മുകളിലുള്ള. എന്തുകൊണ്ടാത്? എന്താ കാരണം? മുകളിലുള്ള ആൾക്ക് സൂര്യനെ നോക്കിയാൽ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാവില്ല, താഴത്തുള്ള ആൾക്കോ താഴത്തുള്ളവന് നോമ്പുറക്കാൻ സമയം നേരത്തെ ആവും, മുകളിലുള്ളവനോ സമയമായിട്ടില്ല. വിമാനത്തിൽ കയറിയാൽ ഇതേ അവസ്ഥ ഉണ്ട്. വിമാനത്തിൽ കയറുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു ഫിഖ് വേറെ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, വിമാനത്തിൽ കയറിയാൽ സൂര്യനെ കാണുകയാണ്. അപ്പോൾ വാടാനപ്പള്ളിയിലത്തെ നോമ്പുറക്കാനുള്ള സമയം 5 മണിയാന്ന് പറഞ്ഞിട്ട് നോമ്പുറക്കാൻ പറ്റുമോ? ഇല്ല. നീ സൂര്യനെ കാണുന്നുണ്ട് എങ്കിൽ നിനക്ക് നോമ്പുറക്കാൻ പാടില്ല. സൂര്യൻ അസ്തമിച്ചു എന്ന് നിനക്ക് ഉറപ്പാകുന്നത് വരെ നോമ്പുറക്കരുത്. അത് ശ്രദ്ധിക്കണം, ഒരിക്കലും നോമ്പുറക്കരുത് സംശയം ഉണ്ടെങ്കിൽ. പകലിൻ്റെ കാര്യം പകലാണ് ഉറപ്പുള്ളത്, രാത്രി സംശയമുള്ളതാണ്. രാത്രി വന്നു എന്ന് ഉറപ്പാകണം. ഉറപ്പായാൽ പിന്നെ കാത്തിക്കേണ്ടതില്ല, നോമ്പുറക്കാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൽ എന്ത് ചെയ്യരുത്, അനാവശ്യമായ കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ പ്രയാസമുണ്ടാക്കരുത്. ഏതൊരു കാര്യമാണെങ്കിലും അത് അതിൻ്റെ അദബിലും അതിൻ്റെ മര്യാദയിലുമാണ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവമാണ് ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞു വന്നത്, മുശ്രിക്കീങ്ങളോട് എതിരാകുക എന്നത് നോമ്പിൻ്റെ പാഠങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആശുറാൻ്റെ നോമ്പ് തുടങ്ങി. എന്താ ആശുറ? മുഹറം 10ൻ്റെ നോമ്പ്. അപ്പോൾ സഹാബികളിൽ ചിലർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ആ ദിവസം ജൂതന്മാർ ആദരിക്കുന്ന ദിവസമാണ്. അവരും ഇതേപോലെ തന്നെ നോമ്പെടുക്കുന്നുണ്ട് മുഹറം 10, അതായത് മദീനയിലെ യഹൂദർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, فإذا كان العام المقبل إن شاء الله صمنا اليوم التاسع. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം വന്നാൽ 9 കൂടി ഞാൻ നോമ്പെടുക്കും. അതെന്തിനു വേണ്ടിയാ? അവരായിട്ട് എതിരാകാൻ വേണ്ടി. മുശ്രിക്കുകളോട് എതിരാകുക എന്ന അദബ് പഠിപ്പിക്കുന്ന ഇബാദത്താണ് നോമ്പിൻ്റെ ഇബാദത്ത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ നോമ്പ് തുറ നേരത്തെ ആക്കാൻ ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം പറഞ്ഞതായി കാണാം. നോമ്പ് തുറ നേരത്തെയാക്കുക എന്നത് ഇസ്ലാമിക സമൂഹത്തിൻ്റെ വിജയത്തിന് കാരണമാകുമെന്ന്. ഇബ്നു ഹജർ അല്ല ഖുർത്തുബി, രണ്ടിലൊരാളാണ്. അദ്ദേഹം പറഞ്ഞായി കാണാം, ഈ ശഈറത്ത് ജനങ്ങളിൽ, ഈ അടയാളം ദീനിൻ്റെ ഭാഗമായ കാര്യം ആളുകൾ ഉപേക്ഷിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം പറയാം, മുസ്ലിം സൈന്യം പലയിടത്തും പരാജയപ്പെടാൻ തുടങ്ങി. ഇന്ന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ആൾക്കാർ ബോധപൂർവം ചെയ്യാണ്. എന്ത് ചെയ്യുക? നോമ്പ് തുറയുടെ സമയമായാലും ബാങ്ക് കൊടുക്കില്ല. ഈ പല പള്ളിയിൽ, ഇപ്പുറത്ത് തൗഹീദിൻ്റെ പള്ളിയല്ലാത്ത ആൾക്കാർ പള്ളികളൊക്കെ ഈ പ്രശ്നം കാണും. ചില ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? ഉദയത്തിന് മുൻപ് നോമ്പ് തുറന്നാൽ ഇത് ഹറാം. അസ്തമയത്തിന് മുൻപ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നോമ്പ് തുറന്നാൽ ഹറാം. സൂര്യൻ അസ്തമിച്ച് നോമ്പ് തുറന്നാൽ അത് അനുവദനീയം. സൂര്യൻ അസ്തമിച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് നോമ്പ് തുറ, അതാണ് അഫ്ളൽ. ഏത് അഫ്ളലായത്? അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നോമ്പ് തുറക്കുള്ള സമയമല്ല, ഉടനെ നോമ്പ് തുറക്കാനാണ്.
ഇതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു കാര്യം അത്താഴത്തിന്മേലാണ് ചെയ്യുന്നത്. അത്താഴത്തിന് എന്ത് ചെയ്യും? ഒരു 5 മിനിറ്റ് നേരത്തെ വാങ്ങി കൊടുക്കും. നോമ്പുറക്കോ ഒരു 5 മിനിറ്റ് വൈകിട്ടും കൊടുക്കും. ഇത് ചെയ്യുന്ന ആളുകൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ അപകടം എന്താണെന്ന്. സുബഹ് ബാങ്ക് 5 മിനിറ്റ് മുൻപ് നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും? സുബഹി നിസ്കരിക്കും. നിസ്കാരം നോമ്പിനേക്കാൾ പ്രധാനപ്പെട്ട ഇബാദത്താണ്. അത് സമയത്തിന് മുൻപ് നിർവഹിച്ചാലുള്ള അവസ്ഥ എന്താ? സ്വീകരിക്കൂല. നിസ്കാരം ബാത്തിലാണ്. ഈ നിസ്കാരം ബാത്തിലാൽ ഈ മുഅദ്ദിന്റെ തലക്കാണ് ഈ കുറ്റമുള്ളത്. അയാളെ വിശ്വസിച്ചിട്ടാണ് ഇവർ നിസ്കരിച്ചത്. നോക്കൂ, നിങ്ങൾ ഒരു ഇബാദത്തിന് ഇവിടെ അനാവശ്യമായ സൂക്ഷ്മത കാണിക്കുമ്പോൾ അപ്പുറത്ത് വേറെ ഇബാദത്ത് ബാത്തിലാവാണ്. നോമ്പിനേക്കാൾ പ്രാധാന്യമുള്ള ഇബാദത്തെ നിസ്കാരം, അതിൻ്റെ സമയമാണ് ഈ മാറിപ്പോകുന്നത്. ഇതേപോലെ തന്നെ മഗ്രിബിൻ്റെ കാര്യവും. ഏതെങ്കിലും ഒരാൾ അസറെങ്ങാനും വൈകിപ്പിക്കുന്നത് ചിലപ്പോൾ മഗ്രിബിൻ്റെ സമയത്തായിരിക്കും നിസ്കരിക്കുന്നത്. എന്തെങ്കിലും എതിർ കാരണം വൈകിട്ടുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞു വന്നത്, എന്താണോ അള്ളാഹു നിശ്ചയിച്ചത് അത് ആ സമയത്ത് തന്നെ നിർവഹിക്കുക എന്നതാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ സ്വീകരിക്കേണ്ട മാർഗം. അതുപോലെ നോമ്പ് പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം, സഹാബികൾ അവർക്ക് അള്ളാഹുവിൻ്റെ ദീനിലുള്ള ശ്രദ്ധയും മറ്റുമൊക്കെയാണ്. നോക്കുക, അവർ റമദാനിലാണ് യുദ്ധം ചെയ്തത്. ബദ്ർ യുദ്ധം റമദാനിലായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ തറാവീഹിൻ്റെ ഹദീസ് കേട്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നിസ്കാരം 1-ാമത്തെ ദിവസം ആരംഭിച്ചപ്പോൾ മസ്ജിദിൽ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അടുത്ത ദിവസം നിസ്കരിക്കാൻ വന്നപ്പോൾ മസ്ജിദിൽ നിറയുന്നത്ര ആളുകൾ, അല്ലെങ്കിൽ ധാരാളം ആളുകൾ വന്നു. അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ മസ്ജിദ് നിറഞ്ഞു കവിയുന്ന വിധത്തിൽ അത്രയും ആളുകൾ വന്നു. സഹാബികൾ അള്ളാഹുവിൻ്റെ റസൂലിനെ കാത്തുകൊണ്ട് മസ്ജിദിലിരുന്നു. പക്ഷെ അവിടുന്ന് വന്നില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബിമാരോട് പറഞ്ഞു, ഖദ് റഅയ്തു അല്ലദീ സനഅതും, നിങ്ങൾ ചെയ്തത് ഞാൻ കണ്ടിട്ട് എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഫലം യംനഅനി മിനൽ ഖുറൂജി ഇലൈക്കും ഇല്ലാ അന്നി ഖശീതു അൻ യുഫ്റദ അലൈക്കും. നിങ്ങൾക്ക് ഇതിനുള്ള താല്പര്യം കാരണത്താൽ നിങ്ങളുടെ ഇത്രയുള്ള പരിശ്രമം കണ്ട അള്ളാഹു ഇത് നിങ്ങൾക്ക് നിർബന്ധമാക്കിയേക്കുമോ എന്ന് ഞാൻ പേടിച്ചുപോയി. ഒക്കെ സഹാബികൾ ഇത്രയും ഇത് ചെയ്തു കഴിഞ്ഞാൽ റബ്ബ് ഫർദാക്കാന്ന് പറഞ്ഞാൽ പിന്നെ പിൽക്കാലത്ത് വരുന്ന ആൾക്കാർക്ക് ഇത് പ്രയാസമായിപ്പോൾ നിർബന്ധമാക്കി കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അവരുടെ താല്പര്യം കാരണത്താൽ ദിവസം കൂടുന്നതനുസരിച്ച് ആൾ കൂടുകയാണ് ചെയ്തത്. പലപ്പോഴും നമ്മുടെ സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കുന്നത് തിരിച്ചാണ് ആൾക്കാർ സംഭവിക്കുന്നത്. റമദാൻ ആദ്യത്തെ ദിവസം എത്തിക്കഴിഞ്ഞാൽ പള്ളിയിൽ സ്ഥിരം വരുന്ന ആൾക്കാർക്ക് വരെ സ്ഥലം ഉണ്ടാവില്ല. അവർ പുറത്തേക്കേണ്ടി വരും ചിലപ്പോൾ. പിന്നെ അങ്ങ് പോയി കുറച്ചങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ ഉണ്ടാവില്ല പള്ളിയിൽ. അപ്പം അങ്ങനെ ആകരുത്. അതുകൊണ്ട് സഹോദര, നിൻ്റെ സുദ്ഖ്, സത്യസന്ധത പരിശോധിക്കുക എന്ന ഉദ്ദേശം കൂടി എന്തിലുണ്ട്. നോക്കൂ, ലൈലത്തുൽ ഖദ്റും അവസാനത്തെ പത്തൊക്കെ അവസാനത്തിലാണ്. കാരണം സുദ്ഖുള്ള സത്യസന്ധന്മാരായ ആളുകളെ അതുവരെ പിടിച്ചിക്കോളും. ബാക്കിയുള്ളവർ പലരും ഇങ്ങനെ കൊഴിഞ്ഞു പോകും. ഇത് ഫസ്റ്റിലാണെങ്കിലോ, ഫസ്റ്റിലാണെങ്കിൽ ആൾക്കാർ ഉണ്ടാവും. അവസാനത്തിലേക്കാണ് ഇതിൻ്റെ സാധ്യത ഇങ്ങനെ കൂടിക്കൂടി വരിക. സത്യസന്ധതയുള്ളവർ മാത്രമേ അവസാനത്തിൽ ബാക്കി ഉണ്ടാവുകയുള്ളൂ. സഹോദരങ്ങളെ, ഇതല്ലാതെ ധാരാളം പാഠങ്ങളും എല്ലാം കൂടി പറയാൻ സമയമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ഫضൽ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുക. അള്ളാഹു റമദാനിലേക്ക് എത്തിക്കുന്നു, മുസ്ലിമായിക്കൊണ്ട് നമ്മൾ അതിലേക്ക് എത്തിക്കുന്നു. നോമ്പ് നോൽക്കാൻ അള്ളാഹു നമുക്ക് എളുപ്പം നൽകുന്നു. രോഗങ്ങളിൽ അള്ളാഹു നമ്മെ കാത്തിരിക്കും. ഇതൊക്കെ അള്ളാഹു ചെയ്തു തന്ന ഫضലാണ്, ഔദാര്യമാണ്. അത് നമുക്ക് തടയപ്പെട്ടിരുന്നെങ്കിൽ, നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ലെങ്കിൽ എത്ര വലിയ നഷ്ടത്തിലായിരിക്കും മനുഷ്യനുണ്ടാവും. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എത്ര ആൾക്കാർ മരിച്ചുപോയി. റമദാൻ അവർക്ക് നഷ്ടമായി. നമ്മുടെ മുന്നിൽ റമദാൻ ഉണ്ട്, നമ്മളവിടേക്ക് എത്തുമോ അല്ലാഹു അലം. ഒരു റമദാൻ ലഭിക്കുക എന്നത് ജീവിതത്തെ ഖൈറിലേക്ക് നയിക്കാനുള്ള വഴികളിലൊന്നാണ്, സൽക്കർമ്മങ്ങളിലേക്ക് എത്തിക്കാൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹദീസ്, 2 മനുഷ്യന്മാർ സഹാബികളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് മുസ്ലിമായി. ഒരാൾ കഠിനമായി പരിശ്രമിക്കുന്ന ആളായിരുന്നു, രണ്ടാമത്തെ ആൾ അത്രയില്ല. 1-ാമത്തെ മനുഷ്യൻ കഠിനമായി പരിശ്രമിക്കുന്ന അദ്ദേഹം യുദ്ധത്തിൽ ഷഹീദായി മരണപ്പെട്ടു. 2-ാമത്തെ ആൾ 1 വർഷം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. അങ്ങനെ ഇവർ 2 മരിച്ചു. അങ്ങനെ ഇരിക്കുക സഹാബിമാരിൽ ഒരാൾ ഈ 2 ആളുകളെയും സ്വപ്നത്തിൽ കണ്ടു. ഈ 2 ആളുകളുണ്ട്, ഇദ്ദേഹമുണ്ട്.
ഇവർ 3 പേരും സ്വർഗത്തിൻ്റെ കവാടത്തിനരികിലാണ് നിൽക്കുന്നത്. അങ്ങനെ സ്വർഗത്തിൻ്റെ കവാടം തുറന്നു വന്നുകൊണ്ട് ഒരു മനുഷ്യൻ, രണ്ടാമത് മരിച്ച മനുഷ്യൻ, അതായത് സാധാരണ രൂപത്തിൽ മരിച്ച ആളെ ആദ്യം സ്വർഗത്തിലേക്ക് വിളിച്ചു. അയാൾ സ്വർഗത്തിലേക്ക് കയറി. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഈ ഷഹീദായ മനുഷ്യനെ വിളിച്ചു സ്വർഗത്തിലേക്ക്. എന്നിട്ട് പിന്നെ ഇദ്ദേഹത്തോട് പറഞ്ഞു, നിനക്കുള്ള സമയമായിട്ടില്ല, അത് തിരിച്ചു പോകാൻ പറഞ്ഞു. ഈ സ്വപ്നം ഇദ്ദേഹം സഹാബികളിൽ ചിലരോട് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ അത്ഭുതമായി. ഷഹീദായി മരിച്ച മനുഷ്യൻ രണ്ടാമത്, കിടക്കയിൽ കിടന്ന് മരിച്ച ആൾ ആദ്യവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഈ വാർത്ത എത്തിയപ്പോൾ അവിടുന്ന് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? എന്തെങ്കിലും അത്ഭുതപ്പെടാനുള്ള കാര്യം എന്താ? അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ഷഹീദായി മരിച്ചതാണ്. മറ്റേ ആൾ കിടക്കയിൽ കിടന്ന് മരിച്ച ആളാണ്, പക്ഷെ അയാളാണ് ആദ്യം സ്വർഗത്തിൽ പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ 1 വർഷം കൂടുതൽ ജീവിച്ചില്ലേ? അതെ, കൂടുതൽ ജീവിച്ചു. ഫഅദ്റക റമദാൻ വസല്ല കദ വകദ. അദ്ദേഹം 1 വർഷം കൂടി ജീവിക്കുകയും 1 റമദാൻ അയാൾക്ക് കൂടുതലായി കിട്ടുകയും ഇത്ര നിസ്കാരങ്ങൾ അയാൾക്ക് നിർവഹിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് 2 പേർക്കും ഇടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആളുകൾ ചോദിച്ചു, ആരാണ് ഏറ്റവും നല്ല ആൾ? അവിടുന്ന് പറഞ്ഞു, മൻ താല ഉംറുഹു വഹസുന അമലുഹു. ഒരു മനുഷ്യൻ്റെ ആയുസ് അധികരിക്കുകയും അവൻ്റെ പ്രവർത്തനം നന്നാവുകയും ചെയ്തുകൊണ്ടിരുന്നാൽ അവനാണ് ഏറ്റവും നല്ല ആൾ. ആയുസ് അധികരിക്കുക എന്നുള്ളത്, അതുകൊണ്ട് ആയുസ് ചോദിക്കുന്നത് തെറ്റായ കാര്യമല്ല. പക്ഷെ ചോദിക്കുന്നത് എന്തിലായിരിക്കണം? ആഫിയത്തിലും ഖൈറിലും സലാഹിലും നന്മകളിലും ഒക്കെ ആയിരിക്കണം. അങ്ങനെ ആയുസ് അധികരിക്കുക എന്നുള്ളത് അള്ളാഹ് ചെയ്യുന്ന നിഅമത്താണ്. കാരണം കൂടുതൽ അമൽ ചെയ്യാൻ പറ്റും, കൂടുതൽ സുജൂദ്, കൂടുതൽ നിസ്കാരം, കൂടുതൽ നോമ്പ് ഉള്ള അവസരമാണ്. ഒന്നൊരിക്കലും ഉസ്താദ് അദ്ദേഹം 50 വയസ്സായി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു എനിക്കൊരു 50 വയസ്സ് കൂടി നൽകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യാം. മുന്നിരിക്കുന്ന ആൾക്കാർ ചിലർ നമ്മളോട് ചോദിച്ചു, 50 വയസ്സ് 100 വയസ്സ് ജീവിക്കണം ഞങ്ങൾ പറയുന്നു, എന്തുകൊണ്ട് ആഗ്രഹിച്ചൂടെ? അദ്ദേഹം ഖൈറിലാണെങ്കിൽ 100 വർഷം അള്ളാഹിൻ്റെ അടുത്ത് കൂടുതൽ ഖൈറാണ്. 50 വർഷത്തേക്കാൾ ഖൈറാണ് 100 വർഷം. വർഷം ഒരാൾക്ക് കൂടുതൽ നൽകുന്നു, കുറവ് നൽകുന്നതാണ്. അതിൽ അമൽ നന്നാവുക എന്നാണ്. അമൽ നന്നായാൽ ഖൈറാണ്. ഈ റമദാൻ സഹോദര നമ്മുടെ ജീവിതത്തിലെ റമദാനാണ്. തയ്യാറെടുക്കുക, വെറുതെ അങ്ങ് കയറി ചെല്ലാതിരിക്കുക. ഇനി കുറച്ച് ദിവസമുള്ളൂ. മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ ഇൻവിൽ ഖൈർ, നീ നന്മകൾ ഉദ്ദേശിക്കുക, നീയത്ത് വെക്കുക. ഈ റമദാനിൽ നിനക്ക് എത്ര ഖത്മ ഉണ്ടായിരിക്കും, എത്ര ഖുർആൻ ഖത്മ ചെയ്യും, ഇപ്പോൾ തീരുമാനിക്കും. കഴിഞ്ഞ റമദാനിൽ തീർത്തതിൻ്റെ ഇരട്ടിയോ ഇപ്പോൾ നിശ്ചയിക്കുക. വെറുതെ നീയത്ത് വെക്കലല്ല. ഒരാൾക്ക് സാധിക്കില്ല എന്ന് അവന് തന്നെ അറിയാം, എന്നിട്ട് വെറുതെ നീയത്തല്ലേ ഇരിക്കട്ടെ എന്ന് അങ്ങനെയല്ല. അത് അള്ളാഹുവിന് അറിയാം. നിനക്ക് സാധിക്കുമെന്ന് നിനക്ക് ഉറപ്പുള്ള നീയത്ത് വെക്കുക. അല്ലെങ്കിൽ ഒരാൾക്ക് 100 1000 നീയത്ത് വെക്കുക. നിനക്ക് സാധിക്കുമെന്ന് ഉറപ്പുള്ള നീയത്ത് വെക്കുക. സിദ്ഖോടുകൂടി സത്യസന്ധമായി നീയത്ത് വെക്കുക. ഈ റമദാനിൽ ഇൻഷാ അല്ലാഹ് ഇത്ര, ഈ റമദാൻ ഇത്ര നിസ്കാരം, ഈ റമദാൻ ഇത്ര ഖിറാഅത്ത്, ഈ റമദാൻ ഇത്ര ദുഹാ നിസ്കാരം, ഈ റമദാൻ ഇത്ര റാത്തിബത്ത്, ഈ റമദാൻ ജമാഅത്ത് മിസ്സാവില്ല, ഈ റമദാൻ തക്ബീറത്തുൽ ഇഹ്റാം മിസ്സാവില്ല, ഈ റമദാൻ ഇങ്ങനെ നീയത്ത് വെക്കുക. നീയത്ത് വെച്ചുകൊണ്ട് പ്രവേശിക്കുക. ഖൈറുകൾ ധാരാളം നീയത്ത് വെക്കുക. നിനക്ക് സാധിക്കുന്ന എന്തൊക്കെയാണോ, നിൻ്റെ കഴിഞ്ഞ റമദാനിനേക്കാൾ നല്ല റമദാനായിരിക്കണം ഇത്. റമദാൻ മനുഷ്യനെ മുഹാസബന വിചാരണ നടത്താൻ നല്ല സന്ദർഭങ്ങളിലൊന്നാണ്. നിൻ്റെ കഴിഞ്ഞ റമദാനിനേക്കാൾ മോശമാണ് ഈ റമദാനെങ്കിൽ അള്ളാഹുവിനെ നീ പേടിക്കണം. നീ മോശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റമദാനുകൾ കഴിഞ്ഞതിനേക്കാൾ അടുത്ത നല്ല റമദാൻ, അടുത്ത അതിനേക്കാൾ നല്ലത്. സഹോദര, നന്മകൾക്ക് അള്ളാഹു തുറന്നു നൽകുന്ന അവസരമാണിത്. ആ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. അതിനുവേണ്ടി നന്നായി അമലുകൾ ചെയ്യാൻ തയ്യാറെടുക്കുക. ഈ റമദാൻ കഴിയുന്നതോടുകൂടി നിൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്ത സുന്നത്തുകൾ ശീലമായിരിക്കണം. ഇതുവരെ ഉണ്ടായിരുന്ന നിനക്ക് പരീക്ഷണമായി വന്നിരുന്ന തിന്മകളിൽ ചിലതെങ്കിലും നിനക്ക് അവസാനിപ്പിക്കാൻ സാധിക്കണം. അതുപോലെ ദുആ അധികരിക്കണം. അള്ളാഹുവിനോട് നീ അടുത്തിരിക്കണം. സഹോദര, പലരും പറഞ്ഞതായി കാണാം, മുൻഗാമികൾ ചിലർ പറഞ്ഞതായി കാണാം, എനിക്ക് വർഷത്തിലൊരിക്കൽ അള്ളാഹുവുമായി ഒരു ഇരുത്തമുണ്ട്. അങ്ങനെ അള്ളാഹിനോട് ദുആ ചെയ്യാനും ഹൃദയം തുറക്കാനും എൻ്റെ പരലോകത്തെക്കുറിച്ചുള്ള വേദനകൾ ആശങ്കകൾ പറയാനും
എന്നെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ. ഇത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ അള്ളാഹുവിനോടുള്ള അവൻ്റെ സ്ഥിതി ഒരു ചെറിയ കുട്ടി അതിന് തൻ്റെ മാതാവിനോടുള്ള അവസ്ഥ പോലെയാണ്. ചെറിയ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ, 15 ദിവസം 10 ദിവസമൊക്കെയുള്ള കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ കുട്ടിക്ക് സമാധാനം കിട്ടണമെങ്കിൽ അതിൻ്റെ മാതാവിൻ്റെ മാറിടമല്ലാതെ മറ്റൊരു വഴിയില്ല. വാപ്പ പോയിട്ട് പറയാം, ഞാൻ വാപ്പണ്ടോ, നിനക്ക് വേണ്ടി എല്ലാ കാര്യം ഞാനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വല്ല കാര്യമുണ്ടോ? ആരെല്ലാം എന്തെല്ലാം ആശ്വസിപ്പിച്ചാലും ആ കുട്ടിക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ അതിൻ്റെ മാതാവിൻ്റെ മാറിടമല്ലാതെ വഴി. അതാണ് അള്ളാഹുവിൻ്റെ മുൻപിൽ തവക്കുലായ ഒരു മനുഷ്യൻ്റെ അവസ്ഥ. അള്ളാഹുവിലല്ലാതെ അവന് ആശ്വാസമില്ല, അള്ളാഹുവിലല്ലാതെ അവന് ത്വമഅനീനത്തില്ല, സമാധാനമില്ല, ശാന്തിയില്ല, സ്വസ്ഥതയില്ല. റമദാൻ ഇങ്ങനെ ഇരിക്കുക, ഒറ്റയ്ക്ക് ഇരിക്കുക, പറ്റുകയാണെങ്കിൽ ആരും വരാത്ത മസ്ജിദുകളിൽ അവിടെ പോയി ഖുർആൻ ഓതുക. അള്ളാഹു നിൻ്റെ ഖൽബ് തുറന്നു തരുന്നത് വരെ ഖുർആൻ ഓതുക. അള്ളാഹു നിനക്ക് അവൻ്റെ വാതിലുകൾ തുറന്നു നൽകുന്നത് വരെ നീ ഖുർആൻ ഓതുക. ഖുർആനെ കുറിച്ച് ചിന്തിക്കുക, അതിൻ്റെ അർത്ഥം ആലോചിച്ചുകൊണ്ട് ഓതുക, നിർത്താതെ ദുആ ചെയ്യുക. റബ്ബേ, നീ ഇത് തുറന്നു തന്നിട്ടില്ലെങ്കിൽ, നീ എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ. ഹദീസിൽ പറഞ്ഞു ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറ, ഫീഹി ലൈലത്തു ഖൈറു മിൻ അൽഫി ശഹർ. റമദാനിൽ രാത്രിയുണ്ട് 1000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ട്. എന്താ പറഞ്ഞത്? മൻ ഹുരിമ ഖൈറഹ ഖദ് ഹുരിം. ആർക്കെങ്കിലും അതിലെ നന്മകൾ തടയപ്പെട്ടാൽ അവനാണ് മഹ്റൂം. എന്താ മഹ്റൂം എന്ന് പറഞ്ഞാൽ? ഭാഗ്യം കെട്ടവൻ, എല്ലാ നിലക്കും ഭാഗ്യമില്ലാത്തവൻ, അതിൻ്റെ നന്മകൾ തടയപ്പെട്ടു. അങ്ങനെ ആകരുത്. ഈ മാസം കഴിഞ്ഞ് അവസാനിക്കുമ്പോൾ ഒരു ഖൈർ തടയപ്പെട്ടവനാകരുത്. അള്ളാഹു വാതിലുകൾ തുറന്നു നൽകാത്തവർ ഉൾപ്പെടരുത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, റബ്ബേ, നീ എല്ലാ രാത്രിയും രക്ഷപ്പെടുത്തുന്നുണ്ട്, അള്ളാഹു എന്നെ ഉൾപ്പെടുത്തണം, എന്നെ ഇതിൽ ഉൾപ്പെടുത്താതെ നീ വിടരുത്. മുൻഗാമികൾ ചില ദുആ ചെയ്യും, അള്ളാഹുവേ, നീ എന്നെ ദൗർഭാഗ്യവാന്മാരിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ അള്ളാഹുവേ, നീ എൻ്റെ പേര് അതിൽ നിന്ന് മായ്ക്കുകയും എന്നെ സൗഭാഗ്യവാന്മാരിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യാം. ആദം നബി പ്രാർത്ഥിച്ചില്ല, റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ നകൂന മിനൽ ഖാസിരീൻ. അല്ലാഹ്, നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ നഷ്ടക്കാരിൽപ്പെട്ടവരാണ്. നഷ്ടമല്ലാതെ മറ്റൊന്നുമില്ല. റബ്ബേ, നീ എനിക്ക് തുറന്നു തന്നിട്ടില്ല. ദുആ ചെയ്യുക, ദുആൻ്റെ അദബ് പഠിക്കുക, അള്ളാഹുടെ എങ്ങനെ സംസാരിക്കണമെന്ന് പഠിക്കുക, അള്ളാഹുവിൻ്റെ അസ്മാകൾ പഠിക്കുക, അവനവൻ്റെ അവസ്ഥ സ്വയം തുറന്നു പറയുക, നിൻ്റെ തിന്മകൾ ഏറ്റുപറയുക, അള്ളാഹുവിൻ്റെ മഹത്വം പറയുക, ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇനി ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത നിമിഷം മരിച്ചു പോകാനിരിക്കുന്ന ഒരാൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി എങ്ങനെയാണോ കെഞ്ചാറുള്ളത്, അതുപോലെ അള്ളാഹുവിനോട് യാചിക്കുക, അള്ളാഹുവിനോട് യാചിക്കുക. എല്ലാ അഹങ്കാരവും മാറ്റിവെച്ച് ഹൃദയത്തിൻ്റെ എല്ലാ കിബറും അവസാനം അള്ളാഹു തേട്, റബ്ബിനോട് ചോദിക്കുക, പ്രാർത്ഥിക്കുക. ഒരാളും അറിയാതെ, അള്ളാഹു അല്ലാതെ മറ്റൊരാൾ കേൾക്കാത്ത വിധത്തിൽ രഹസ്യമായി ദുആ ചെയ്യും. എന്തിനു ദുആ ചെയ്യും? ദുആ ഫത്ഹ് കിട്ടിയാൽ, ദുആ നിനക്ക് അള്ളാഹു അതിൻ്റെ വഴി തുറന്നു തന്നു എന്ന് തോന്നിയാൽ, മുൻഗാമിൽ പറഞ്ഞേക്കാണ്, ഉമർ ഖത്താബൊക്കെ പറഞ്ഞേക്കാണ്, ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ എന്ന ആശങ്കയിലല്ല ഞാനുള്ളത്. ഇന്നമാ അഹ്മിലു ഹമ്മ ദുആ, ദുആ ചെയ്യാൻ അള്ളാഹു എനിക്ക് വഴി തുറന്നു നൽകുക എന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. വഇദാ ഉൽഹിംതു ദുആ ഫൽ ഇജാബതു മഅഹു, എനിക്ക് ദുആ അള്ളാഹു അതിൻ്റെ ഫത്ഹ് നൽകിയാൽ എനിക്ക് ഉറപ്പാണ് ഉത്തരമുണ്ട്. കാരണം ഉത്തരം നൽകാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് റബ്ബ് നിന്നെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നത്. അള്ളാഹു നിനക്ക് ഉത്തരം നൽകാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് നിനക്ക് നല്ല വിധത്തിൽ ദുആ ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ അള്ളാഹു നിന്നെ അങ്ങനെ അവൻ്റെ മുന്നിൽ ഇരുത്തുകയില്ല. അവൻ നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന എന്തിനാണ്? നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട്. പക്ഷെ നീ അതിലേക്ക് എത്താൻ നിനക്ക് സാധിക്കുക എന്നുള്ളതാണ്, അങ്ങനെ പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുക എന്നുള്ളതാണ്. വെറുതെ ഉറക്കം തൂങ്ങി പ്രാർത്ഥിക്കലല്ല, അള്ളാഹുവിൻ്റെ ഖൽബ് തുറക്കാൻ സാധിക്കുക. നിമിഷം ഹദീസിൽ വന്നു, ജിബ്രീൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തിയതുപോലെ കൽഹിൽസിൽ ബാലി, നനഞ്ഞ തുണി പോലെയായിരുന്നു ഞാൻ, അള്ളാഹുവിൻ്റെ പേടി കാരണത്താൽ. അങ്ങനെ റബ്ബിൻ്റെ മുന്നിലാവുക. ദുനിയാവിലെ സർവ്വ മനുഷ്യരും സർവ്വ സൃഷ്ടികളും
നിൻ്റെ കൽബിൽ നിന്ന് അവസാനിക്കും. അള്ളാഹു അല്ലാത്ത മറ്റൊരാളും നിൻ്റെ ഹൃദയത്തിൽ അള്ളാഹു അല്ലാതെ മറ്റൊരാളും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ദുആ ചെയ്യണം, തേടുക, പ്രാർത്ഥിക്കുക. ഹദീസിൽ അലിസു ബിയാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കുക, ചോദിച്ചുകൊണ്ട്. ഇൽഹാഹ് എന്നാണ് ദുആ എന്ന് പറഞ്ഞത്. ഇൽഹാഹ് പറയാ വീണ്ടും പറയാം. അങ്ങനെ പറയാനുള്ള അവസരം തുറന്നു കിട്ടി എന്ന് തോന്നിയാൽ മുന്നേ നീ തയ്യാറാക്കി വെക്കുക നിനക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ. എന്താ നിനക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ? നിൻ്റെ തെറ്റ് അള്ളാഹു പുറത്തു തരാൻ, അള്ളാഹു നിന്നോട് കോപിക്കാതിരിക്കാൻ, അള്ളാഹു നിന്നെ വെറുക്കാതിരിക്കാൻ, അള്ളാഹു നിനക്ക് സ്വർഗം തുറന്നു നൽകാൻ, നരകത്തിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്താൻ, അള്ളാഹു പരലോകത്തിനോട് കരുണ കാണിക്കാൻ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നിനക്ക് ലഭിക്കാൻ. പരലോകമാണ് ഒന്നാമത്തെ. നിങ്ങൾ ദുനിയാവ് ചോദിക്കേണ്ടതല്ല, ദുനിയാവ് ചോദിക്കണം. പരലോകമാണ് ഒന്നാമത്തെ കാര്യം. മുസ്ലിമായി മരിക്കാൻ, ഈമാനുള്ള അവസ്ഥയിൽ മരിക്കാൻ, ഖൈറിലേക്ക് നയിക്കാൻ. റബ്ബേ, ഇത് ഇല്ല എങ്കിൽ എൻ്റെ കാര്യമാണ് കഷ്ടം, നിനക്കിതുണ്ട് യാതൊരു ആവശ്യമില്ല, ഞാൻ ഇബാദത്ത് ചെയ്യട്ടെ ചെയ്ത് നിനക്ക് യാതൊരു ആവശ്യമില്ല, ഇതെൻ്റെ ആവശ്യമാണ്, എനിക്ക് വേണ്ടതാണ്. അങ്ങനെ ചോദിക്കുക. അള്ളാഹ് ദുആ പഠിക്കുക, ചെയ്ത് പഠിക്കുക. സഹോദരങ്ങളെ, റമദാൻ അവസരമാണ്. അള്ളാഹ് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാനുള്ള സന്ദർഭം മുതലെടുക്കുക. അള്ളാഹു തുറന്നു വെച്ച് നൽകുന്ന അവസരം. അവൻ നിന്നെ വിളിക്കുകയാണ്, നിനക്ക് വഴി തുറന്നു വെക്കാൻ. നോക്കൂ, റബ്ബിന് അതിൻ്റെ യാതൊരു ആവശ്യമില്ല. നിന്നോട് പറഞ്ഞു തരികയോ നിനക്ക് വഴികൾ തുറന്നു വെക്കുകയോ ചെയ്യേണ്ട യാതൊരു, റബ്ബാണ്, അവന് യാതൊരു കാര്യമില്ല. നിനക്കൊരു നന്മക്ക് കണക്കില്ലാതെ പ്രതിഫലം നൽകാൻ അവൻ ആരും നിർബന്ധിക്കുന്നില്ല. അവന് നിന്നോട് എന്തെങ്കിലും ചെയ്തില്ല അവൻ ആരും ചോദ്യം ചെയ്യാനില്ല. നീ എന്തൊക്കെ ചെയ്താലും അവൻ ചെയ്ത ഒരു അനുഗ്രഹത്തിന് പോലും അത് പകരമാകുന്നു പോലുമില്ല. നീ വർഷം മുഴുവൻ നിൻ്റെ ആയുസ് മുഴുവൻ നോമ്പെടുത്താൽ പോലും അള്ളാഹു നിനക്ക് നിൻ്റെ കണ്ണിന് കാഴ്ച നൽകിയ ഒരു കാഴ്ച അതിന് പകരം പോലും നിൻ്റെ നോമ്പാകുന്നില്ല. ഇതൊന്നും റബ്ബിന് യാതൊരു ആവശ്യമുള്ള കാര്യമല്ല. നിൻ്റെ ആവശ്യമാണ്, നിനക്ക് വേണ്ടതാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിനക്ക് വേണ്ടതാണ്. അള്ളാഹുവിൻ്റെ ആവശ്യമില്ല. ലൻ യനാല അല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അള്ളാഹുവിന് നിങ്ങളുടെ മാംസമോ രക്തമോ ഒന്നും എത്തുന്നില്ല. ബലികർമ്മം ചെയ്താൽ നിങ്ങളുടെ തഖ്വയാണ്, നിങ്ങളുടെ ഹൃദയമാണ്. അതാകട്ടെ കണക്കില്ലാതെ പ്രതിഫലം നൽകാൻ അള്ളാഹു വഴി തുറന്നു വെക്കുക. പറയാ, വന്നോളൂ, ഞാൻ പുറത്തു തരാം. എന്നിട്ട് സഹോദര, അശ്രദ്ധനായി അലംഭാവമുള്ളവനായി ഈ മാസത്തിലേക്ക് പ്രവേശിക്കരുത്. തയ്യാറെടുക്കുക, നഷ്ടപ്പെടുത്തരുത്. ഇനിയൊരു റമദാൻ ചിലപ്പോൾ ലഭിച്ചെന്ന് വന്നേക്കില്ല. ഇനിയൊരു തിരിച്ചുവരവ് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇനിയൊരു മാസം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. എത്രയാണ് ഇനി ബാക്കിയുള്ളതെന്നറിയില്ല. കിട്ടിയത് പരമാവധി ഉപയോഗപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറുകൾ ധരിപ്പിക്കാനും സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് തൃപ്തികരമായ വിധത്തിൽ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا تقبل منا إنك أنت السميع العليم واغفر لنا ذنوبنا يا أرحم الراحمين. اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نسألك من خير ما سألك عبدك ونبيك ونعوذ بك من شر ما عاد من عبدك ونبيك. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل ونعوذ بك من النار وما قرب إليها من قول أو عمل. اللهم اجعل كل قضاء قضيته لنا خيرا. اللهم أدخلنا الجنة وأعذنا من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا تقبل منا إنك أنت السميع العليم. صلى الله وسلم بارك على نبينا محمد وعلى آله وصحبه وسلم.